പ്രൊഫസർ തമ്പിയുടെ മറക്കരമുഷ്ടി അവസാനിപ്പിക്കുക. വിദ്യാർത്ഥികൾ ഞങ്ങളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു. പ്രൊഫസർ തമ്പിയുടെ മറക്കരമുഷ്ടി അവസാനിപ്പിക്കുക. വിദ്യാർത്ഥികൾ ഞങ്ങളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു. പ്രൊഫസർ തമ്പി നീതി പാലിക്കുക. പ്രൊഫസർ തമ്പിയുടെ മറക്കരമുഷ്ടി അവസാനിപ്പിക്കുക. വിദ്യാർത്ഥി സമരം, വിദ്യാർത്ഥി ഐക്യം. പ്രൊഫസർ തമ്പിയുടെ മറക്കരമുഷ്ടി അവസാനിപ്പിക്കുക. പ്രൊഫസർ തമ്പി നീതി പാലിക്കുക. പ്രൊഫസർ തമ്പിയുടെ മറക്കരമുഷ്ടി അവസാനിപ്പിക്കുക. തോമസിന്റെയും സസ്പെൻഷൻ പിൻവലിക്കുക. പ്രൊഫസർ തമ്പി നീതി പാലിക്കുക. പ്രൊഫസർ തമ്പി പ്രൊഫസർ തമ്പി നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പ്രൊഫസർ തമ്പി നീതി പാലിക്കുക. പ്രൊഫസർ തമ്പിയുടെ മറക്കരമുഷ്ടി അവസാനിപ്പിക്കുക. പ്രിൻസിപ്പാൾ അച്ഛൻ 2 തവണ ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നു. തമ്പി സാറ് വന്നാൽ ഉടനെ ഒന്ന് ഓഫീസിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് പ്രൊഫസർ. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. ഞാൻ പ്രൊഫസറെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞത് അശ്വിനോ പറയൂ. സ്റ്റുഡൻസ് ആകെ ഇളകിയിരിക്കുന്നു. കണ്ടില്ലേ, രാജുവിന്റെയും തോമസിന്റെയും സസ്പെൻഷനാണ് ഇഷ്യൂ. പ്രൊഫസർക്ക് മറ്റൊന്നും തോന്നരുത്. കുറെ കൂടെ പ്രാക്ടിക്കലായ ഒരു സമീപനം
നമുക്ക് ഉണ്ടായെങ്കിലേ പറ്റൂ. ഡിസിപ്ലിന്റെ പേരിൽ ശിക്ഷാ നടപടികൾ ആവശ്യമാണ്. ഐ ഫുള്ളി എഗ്രി. പക്ഷേ അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷന്റെ റണ്ണിങ്ങും പ്രധാനമാണ്. ഇപ്പോഴത്തെ ഈ സ്റ്റുഡന്റ് ജനറേഷൻ, ഞാൻ പറയാതെ പ്രൊഫസർക്ക് അറിയാമല്ലോ, കഴിയുന്നതും കുട്ടികളെ പിണക്കാതെ അനുനയപ്പെടുത്തിക്കൊണ്ടു പോയാലേ കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. അതിന് വാട്ട് ഐ മീൻ ഈസ്, പ്രൊഫസറുടെ ക്ലാസ്സിൽ രാജുവും തോമസും കാണിച്ചത് തെമ്മാടിത്തരമാണ്. അതിനവർ ശിക്ഷിക്കുകയും വേണം. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ദെൻ ശിക്ഷയുടെ തോത് എത്രത്തോളം വേണം എന്ന് ഒന്നുകൂടെ ആലോചിക്കാം. സസ്പെൻഷൻ തന്നെ വേണമെന്നുണ്ടോ? നമുക്കവരെ വിളിച്ചു വരുത്തി ഒരു നല്ല താക്കീത് നൽകി സസ്പെൻഷൻ പിൻവലിച്ചാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാം. ഒന്നാമത് ഒരുപാട് പിടിപാടുള്ള സ്ഥലത്തെ കുട്ടികൾ, പോരാത്തതിന് സ്റ്റുഡന്റ് ലീഡേഴ്സ്. ഐ എം സോറി ഫാദർ, ഐ ബെഗ് ടു ഡിഫർ. വിദ്യ പഠിപ്പിക്കാനുള്ള ഒരു ക്ഷേത്രമാണ് ഈ സ്ഥാപനമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കവലച്ചട്ടമ്പികളെയും ക്രിമിനൽസിനെയും വളർത്തിയെടുക്കാനുള്ള ഒരു കളരിയായതിനെ തരം താഴ്ത്തുന്നതിനോട് നോ ഫാദർ. അതിന് നിങ്ങൾ കാണുന്ന ന്യായീകരണങ്ങൾ എന്തൊക്കെയായാലും അതുമായി യോജിക്കാൻ എനിക്ക് സാധ്യമല്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നത് അവർ ചെയ്ത തെറ്റിന്റെ സ്വഭാവം അനുസരിച്ചാണ്, അല്ലാതെ അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല. ഇത്തരം തെറ്റുകളുടെ നേർക്ക് ഇന്ന് കണ്ണടച്ചാൽ ഇതിലും വലിയ തെറ്റുകൾക്ക് വഴിതെളിക്കും. അതിന് കൂട്ടു നിൽക്കാൻ ഞാനൊരുക്കല്ല. പ്രൊഫസർ പറയുന്നത് അത്രയും ശരിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. നോ ഫാദർ, എന്റെ മുമ്പിൽ വെച്ച് അച്ചടക്കത്തെയും സംസ്കാരത്തെയും നിന്ദിച്ചവരോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളുടെ തെറ്റുകൾ താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത എനിക്കുള്ളൂ. അതിന്മേൽ ആക്ഷൻ എടുക്കേണ്ട ചുമതല ഫാദറിന്റേതാണ്. പ്രിൻസിപ്പൽ എന്ന നിലയിൽ എന്റെ പരാതിയിന്മേൽ ഫാദർ എടുത്ത തീരുമാനങ്ങൾ ന്യായമായില്ല എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒരു ഷീറ്റ് കടലാസിൽ ഇതേക്കുറിച്ച് മാനേജ്മെന്റിനോ അതിലും ഉയർന്ന അതോറിറ്റിക്കോ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കും. ഫാദറിനോട് അത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിലും എളുപ്പം രണ്ടാമത്തേതാണ്. 3 വരിയിൽ ഒരു രാജിക്കത്ത്. അതിനും ഒരു ഷീറ്റ് കടലാസ് മതി. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. യെസ്, ഞങ്ങൾക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. ഓഹോ, വെൽക്കം. പക്ഷേ ഇത്രയും പേരോട് ഒരുമിച്ച് സംസാരിക്കാൻ ഞാനൊരു പ്രസംഗത്തിന്റെ മൂഡിലല്ല. 1-2 പേർ ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർ പുറത്തു പോകണം. വേഗമാകട്ടെ, എനിക്ക് മറ്റു ജോലിയുണ്ട്. ഇനി പറയൂ. രാജുവിന്റെയും തോമസിന്റെയും സസ്പെൻഷന്റെ കാര്യം വേണ്ടതുപോലെ ചെയ്യാം. ക്ലാസ്സിലിരുന്ന പെൺകുട്ടികളോട് സംസ്കാരമില്ലാതെ പെരുമാറിയതിന് അവർ രണ്ടുപേരെയും മാലയിട്ട് സ്വീകരിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്താം. എന്താ മതിയോ? വേറെ ജോലിയില്ലടോ. വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. സാറ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ വെറുതെ. ഇതാ നോക്ക്, വേറെ വല്ലതും പറയാനുണ്ടോ എനിക്ക്? ഇല്ലല്ലോ. ഈ കോളേജിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടനയുടെ പ്രമുഖ പ്രവർത്തകരാണ് രാജു തോമസ്. കം ഓൺ, ക്ലിയർ ഔട്ട്. സന്ധി സംഭാഷണത്തിൽ വന്ന ഒരു വിദ്യാർത്ഥി നേതാവിനോടാണ് സാർ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. എന്റെ ക്ഷമയെ പരിശോധിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. ഇഡിയറ്റ്. നേതാവ് വിളിക്കാൻ വന്നിരിക്കുന്നു. വിദ്യാർത്ഥി സമരം ജിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം ജിന്ദാബാദ്, വിദ്യാർത്ഥി സമരം ജിന്ദാബാദ്, വിദ്യാർത്ഥി സമരം ജിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം ജിന്ദാബാദ്, വിദ്യാർത്ഥി സമരം ജിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം ജിന്ദാബാദ്, വിദ്യാർത്ഥി സമരം ജിന്ദാബാദ്, വിദ്യാർത്ഥികളെ തൊട്ടിലൊളിച്ചാൽ സൂക്ഷിച്ചു. വിദ്യാർത്ഥി ഐക്യം ജിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം ജിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം ജിന്ദാബാദ്, വിദ്യാർത്ഥി സമരം ജിന്ദാബാദ്. പ്രൊഫസർ തമ്പി നീതി പാലിക്കുക. വിദ്യാർത്ഥികൾ ഞങ്ങളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു. രാജു ഞങ്ങളുടെ നേതാവെങ്കിൽ കോളേജിന് അവധി കൊടുത്തുല്ലേ? ആശ്വാസമായി. ഇന്നിനി ആരെയും പേടിക്കണ്ടല്ലോ. പക്ഷെ നാളെയോ? നാളെ കഴിഞ്ഞോ? കഷ്ടമാണ് ഫാദർ. ഐ ആം അഷെയിംഡ് ഓഫ് ഇറ്റ്. ഏതാനും തെമ്മാടി പിള്ളേരെ പേടിച്ച്
10,000 പിള്ളേരുടെ ഒരു ദിവസം പഠിത്തം വേണ്ടെന്ന് വെക്കുക. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലാത്തവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കരുത്. പ്രൊഫസറുടെ വാദം ന്യായമാണ്. പക്ഷേ ഈ ഇരിപ്പിടത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവൂ. മുൾമുടി തലയിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. 2000 വിദ്യാർത്ഥികളുടെ പഠിത്തം നഷ്ടപ്പെട്ടതായി പ്രൊഫസർ പറഞ്ഞല്ലോ. ഈ 2000 വിദ്യാർത്ഥികളിൽ 800 പേർ പെൺകുട്ടികളാണ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മേ ബി ഫാദർ പറയുന്നതിൽ ന്യായമുണ്ടാകും. ബട്ട് ഓൺ പ്രിൻസിപ്പിൾസ് എനിക്ക് അതിനോട് യോജിക്കാൻ സാധ്യമല്ല. കാക്കടിയാ, അടിച്ചോട്ടോ. അയ്യോ, അഴിച്ചു വിടാ അവിടെ. അയ്യോ, പുള്ളിയെ ഓടിക്കോ, പുള്ളിയെ ഓടിക്കോ. വിട്ടോ, വിട്ടോ, വിട്ടോളിയാ, വിട്ടോ. അയ്യോ, പുള്ളിയെ ഓടിക്കോ, ഞാൻ പോകുന്ന വഴിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ പറഞ്ഞില്ല.
ഏ മാഡം, ഗുഡ് ഈവനിങ്. ഇവിടെ പ്രൊഫസർ PM തമ്പി താമസിക്കുന്ന വീട് ഏതാ? ഒന്ന് പറഞ്ഞുതരാവോ? എന്താ മിസ്റ്റർ, കണ്ണു കണ്ടൂടെ? ആ ഗേറ്റിൽ വലിയ അക്ഷരത്തിലല്ലേ തമ്പിസ്ഥാന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്? ഓ, കണ്ടില്ല. അതെ, നോക്കേണ്ടടുത്ത് നോക്കണം, എന്നാലേ കാണൂ. എന്തോ വന്നു കയറിയപ്പോഴത്തെ കണി ഏതായാലും സ്റ്റൈൽ, എറിഞ്ഞു വീഴ്ത്താൻ പറ്റിയ പരുവം. ദൈവമേ, നീ കരുണാമയി തന്നെ. നീ എന്റെ മാനസം കാണുന്നുവല്ലോ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഞാൻ കേശവ കൈമളുടെ മകനാ. അച്ഛനെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഓഹോ, താനാണ് കൈമളുടെ മകനല്ലേ? എന്താ പേര്? ഗോപിനാഥൻ എന്ന്. പക്ഷെ ഗോപി എന്നാ എല്ലാരും വിളിക്കാം. എന്ത് വിളിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കാം. താൻ ഇന്നലെ വരുമെന്നല്ലേ എഴുതിയിരുന്നത്? ആദ്യം അങ്ങനെയാ ഉദ്ദേശിച്ചത്. പിന്നെ അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ വൈകി. വന്നിട്ട് പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞു. ശരി. ആ, അച്ഛനൊരു കത്ത് തന്നു വെച്ചിട്ടുണ്ട്. തന്റെ ബയോഡേറ്റ മുഴുവനും തന്റെ അച്ഛനിൽ എഴുതിയിട്ടുണ്ട്. SSLC പാസ്സായിട്ട് ഇത്രയും നാളെ ആയുള്ളൂ. അതിനു മുമ്പ് 7ാമത്തെ കോളേജിലേക്കാണ് വന്നത്. ഇതുവരെയുള്ള 6 കോളേജുകളിലും തന്റെ സ്വഭാവത്തിന്റെ കേമത്വം കൊണ്ട് പുറത്താക്കി, അല്ലേ? അങ്കിൾ, അത് അവിടുത്തെ സ്റ്റാഫ്. വേണ്ട, എക്സ്പ്ലനേഷൻസും ജസ്റ്റിഫിക്കേഷൻസും ഒന്നും വേണ്ട. എന്റെ ഗാർഡിയൻഷിപ്പിൽ എന്റെ കൂടെ താമസിച്ച് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അന്തസ്സായി മാത്രമേ പെരുമാറാവൂന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരി അങ്കിൾ. ഇരിക്കൂ. വേലത്തരം വല്ലതും കാട്ടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വന്നതിനേക്കാളും വേഗത്തിൽ മടങ്ങിപ്പോകേണ്ടി വരും. ഗുണപ്പെടുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതിയാണ് കൈമൾ തന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. കൈമൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് മാത്രമാണ് തന്റെ മോശമായ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരുന്നിട്ടും കൂടെ അക്കോമഡേറ്റ് ചെയ്യിക്കാമെന്ന് കരുതിയത്. ലുക്ക്, ഞാനൊരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയനാണ്. എന്തെങ്കിലും തകരാറ് കാണിച്ചാൽ കൈമളുമായുള്ള ബന്ധം ഞാൻ മറന്നുപോയി എന്ന് വരും. മനസ്സിലായോ? ആ ബാഗും പെട്ടിയും ഒക്കെ എടുത്ത് ആ മുറിയിൽ കൊണ്ടുവയ്ക്കൂ. ഗോപിനാഥ, വളരെ ചിട്ടയോടും ശാന്തമായും ഞാൻ കഴിയുന്ന സ്ഥലമാണിത്. ഇവിടെ എന്നോടൊപ്പം കഴിയുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഗോപിനാഥൻ പൊയ്ക്കോളൂ. അങ്കിൾ, ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ? ദൈവം തമ്പുരാനെ വിചാരിച്ച് എന്നെ ഗോപിനാഥ എന്ന് വിളിക്കരുത്. ഒരുപാട് പ്രായമുള്ള ആരെയാണ് വിളിക്കുന്നതെന്നൊരു തോന്നൽ. പ്ലീസ്, എന്നെ ഗോപി എന്ന് വിളിച്ചാൽ മതി. പല ഇനത്തിലും കണ്ടിട്ടുണ്ട് വാദ്യന്മാര്. പക്ഷെ ഇങ്ങനെ ഒരു എണ്ണത്തിന് എന്റെ അമ്മോ, വന്ന് കയറിയതേ ഉള്ളൂ. നിന്ന നിപ്പില് ഒരു അരമണിക്കൂറല്ലേ ഗിരിപ്രഭാഷണം, പെരുമാറ്റച്ചട്ടങ്ങള്. ഇതെന്താ സെൻട്രൽ ജയിലോ? എങ്ങനെ പിഴച്ചു പോകുമോ എന്തോ. ആ, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, മുറിയുടെ സൗകര്യങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കുമായിരുന്നു. നല്ല കാറ്റ്, ധാരാളം സ്ഥലം. എനിക്കിഷ്ടമായെങ്കിൽ നല്ല മുറി. താങ്ക് യു. പിന്നെ ഗോപിനാഥ, ഓ സോറി, ഗോപി,
യാത്ര കഴിഞ്ഞ് വന്നല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും. എനിക്കാണെങ്കിൽ സന്ധ്യയ്ക്ക് അത്താഴം കഴിച്ച ശീലം. തനിക്കെങ്ങനെയാ അത്താഴത്തിന് മുമ്പ്? അത്താഴത്തിന് മുൻപ് തന്റെ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനെങ്ങനെ അറിയുക? അത്താഴത്തിന് മുമ്പ് പതിവുകൾ വല്ലതുമുണ്ടെങ്കിൽ മുടക്കണ്ട. അയ്യോ അങ്കിൾ, അങ്ങനെ പതിവൊന്നുമില്ല. ഹോസ്റ്റലിൽ വെച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി 2-3 പെഗ് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ വേണ്ട. വിരോധം ഉണ്ടായിട്ടല്ല, എന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ അങ്കിൾ. വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. ഗോപി, ഈ കാര്യത്തിൽ മാത്രം സോറി, ഞാൻ അനുസരിക്കില്ല. എന്നെ നിർബന്ധിക്കരുത്. അതല്ല പറഞ്ഞത്. അത്താഴത്തിന് മുമ്പ് കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആയിക്കോളെ. പറയുന്ന ഒന്ന്, മനസ്സിലാക്കുന്ന മറ്റൊന്ന്. അയ്യോ അങ്കിൾ, ഞാൻ വിചാരിച്ചത്... മതി, വിസ്തരിക്കണ്ട. കുളിച്ചിട്ട് വന്നോളൂ. അങ്ങനെ വൈകിട്ട് കുളിക്കുന്ന പതിവൊന്നുമില്ല. എന്റെ കൂടെ താമസിക്കുന്നവർക്ക് വൃത്തി പോയി കുളിച്ചിട്ട് വേണം. യെസ് അങ്കിൾ. ഞാൻ സഹായിക്കണോ അങ്കിൾ? വേണ്ട. സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. പഠിച്ചിട്ടില്ലേ? എങ്കിൽ ശരി. എനിക്ക് മാത്രമോ? അങ്കിൾ രാത്രിയൊന്നും കഴിക്കാറില്ലേ? എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ സ്വയം പാകം ചെയ്താണ് കഴിക്കാറ്. ഗോപിക്ക് വേണ്ടത് ഗോപി ഉണ്ടാക്കി കഴിക്കാൻ. ടോസ്റ്റ് വേണമെങ്കിൽ ബ്രെഡ് ഇരിപ്പുണ്ട്. ബുൾസയോ ഓംലെറ്റോ വേണമെങ്കിൽ മുട്ട ഇരിപ്പുണ്ട്. അല്ല, നൂഡിൽസ് വേണമെങ്കിൽ മാഗിയുടെ പാക്കറ്റ് ഇരിപ്പുണ്ട്. കാപ്പിയോ മറ്റോ വേണമെങ്കിൽ പാലിരിപ്പുണ്ട്. പോയെടുത്ത് കഴിക്കാം. അങ്കിൾ, എനിക്ക് ഇന്നോളം ഇതൊന്നും ചെയ്ത് ഒരു പരിചയമില്ല. ഇങ്ങനെയല്ലേ പരിചയപ്പെടുന്നത്? ഗോ ഹെഡ് ബോയ്. അച്ഛനോട് പറഞ്ഞ് സെർവൻസിനെ ആരെങ്കിലും നിർത്താൻ ഏർപ്പാട് ചെയ്താലോ? വേണ്ട, അതെനിക്കിഷ്ടമല്ല. Oh my God, Thambi! Yes, sir. You are the limit. What the hell have you brought for me? Fish, sir. What? പോത്തിന് ഒരുമയ്ക്കും പുഴുങ്ങി കൊടുക്കുന്ന പോലെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ തിന്നോളൂ കരുതിയോ? Yes, sir. Idiot! Sorry, sir. Elephant fish, sir. Very tasty, sir. എന്താണോ മിഴിച്ചു നോക്കിയിരിക്കുന്നത്? വയറ് വേണ്ട, പോയി വല്ലതും ഉണ്ടാക്കി കഴിക്കേ. ഉണ്ടാക്കി കിട്ടിയ തിന്നാൻ ഇവ സ്റ്റൈലായിരുന്നു. പക്ഷെ എങ്ങനെയാ? Soft, delicious and easy to make your favorite food in just 2 minutes. 2 minutes? അവന്മാർക്ക് എഴുതി വെച്ചാൽ മതി. സ്റ്റവ് കത്തിക്കുന്ന എങ്ങനെയാന്ന് പോലെ അറിയാൻ വയ്യാത്ത ഞാൻ ഇതിന് വരുമ്പെട്ട കൈ കൊള്ളുമെന്ന് മാത്രം. തമ്മിൽ ഭേദം ഉണക്ക റൊട്ടിയും ഐസ് വാട്ടർ. ഗോപികളും പറഞ്ഞു. ഇല്ലെങ്കിൽ അടുക്കളയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. മൈ ഓൺ ഡിസൈൻ. ഗോപി, ഗോപി, എന്താ അങ്കിൾ? ഈ ബാത്റൂമിൽ സിഗരറ്റ് കുറ്റികൾ എങ്ങനെ വന്നു? സോറി അങ്കിൾ, ഞാനിതിനകത്ത് കമോഡിലേക്ക് ഇടാൻ മറന്നു. താൻ ബാത്റൂമിൽ സിഗരറ്റ് വലിച്ചല്ലേ? ബാത്റൂമിൽ പോകുമ്പോ ഒരു 2 വലിച്ചില്ലെങ്കിൽ എന്റെ അങ്കിൾ വലിയ വിഷമമാ. കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവില്ല. അതൊരു ശീലമായി പോയി. ആവശ്യമില്ലാത്ത ഓരോ ദുശീലങ്ങൾ പഠിച്ചു വെക്കുന്നു. അങ്കിൾ,
അങ്കിൾ ഇപ്പൊ ബാത്റൂമിലേക്കല്ലേ പോകുന്നത്? അപ്പോഴെന്തിനാ അങ്കിൾ ഈ പൈപ്പും പത്രവും ഒക്കെ? അത് ശീലമായിപ്പോയില്ല അങ്കിൾ. ഏയ് ഒന്നുമില്ല, പിന്നെ കാറ്റ്, നല്ല കാറ്റ്. കേട്ടോ പ്രൊഫസർ, ഞാൻ പറയുന്നതിന് എതിരായിട്ടൊന്നും ചിന്തിക്കരുത് പ്ലീസ്. രാജുവും തോമസും ചെയ്ത തെറ്റിന് അവരും അവരുടെ രക്ഷകർത്താക്കളും നിരുപാധികം മാപ്പ് പറയുന്നു. മേലിൽ ഇത്തരം തെറ്റുകൾ ഇവർ ആവർത്തിക്കില്ലെന്ന് രക്ഷകർത്താക്കളായി ഇവർ ഉറപ്പു പറയുകയും ചെയ്യുന്നു. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരവും ഫാദറിനുണ്ട്. എന്റെ അനുവാദത്തിന് എന്താ പ്രസക്തി? എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു സഹപ്രവർത്തനം എന്നതിനേക്കാളേറെ പ്രൊഫസറെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എന്റെ തീരുമാനം താങ്കൾക്കൂടെ സമ്മതമാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. വി ആർ റിയലി സോറി സർ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു സാർ. ഇവരിൽ നിന്ന് ഇനി ഇങ്ങനൊരു പെരുമാറ്റദോഷം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു. പ്ലീസ് പ്രൊഫസർ. ഫാദറിന്റെ യുക്തം പോലെ തീരുമാനിച്ചോളൂ, എനിക്ക് വിരോധമില്ല. താങ്ക് യു വെരി മച്ച് പ്രൊഫസർ. സോറി. ഒറ്റയ്ക്കാണ് താമസം എന്ന് പറഞ്ഞിട്ട് ഇതാരാണ്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ സുഹൃത്ത് കൈമളുടെ മകൻ ബോബി. ഓ ഐ സീ, എ ന്യൂ എൻട്രന്റ് ടു കോളേജ്. ഗുഡ്. പ്രിൻസിപ്പലാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അല്ല, ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ്. പോയി ഡ്രസ് മാറി തയ്യാറാകാൻ നോക്ക്. യെസ് അങ്കിൾ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മൂപ്പിൽസുമാരെയും കൊണ്ട് വീട്ടിൽ ചെന്ന് കാലി വീണിട്ടാ പുലി തണുത്തത്. തന്തപ്പടിയുടെ തെറിയേട്ടനാണെങ്കിലും ഒരു കൈയും കിടക്കില്ല. പിന്നെ ഞാന് ഇതോടുകൂടി നമ്മളൊക്കെ ഒതുങ്ങിയെന്നാവും മൂപ്പര് ധരിച്ചിരിക്കുന്നത്. വിഷമുള്ള പാമ്പിനെയാണ് നോവിച്ചുവിട്ടിരിക്കുന്നത്. ഇതിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ആ വരുന്നത് നമ്മുടെ പുലിയുടെ കൂടെ താമസിക്കുന്ന പയ്യനല്ലേ? അതെ. നമ്മുടെ കോളേജിൽ ആദ്യമായിട്ട് വരുമ്പോ കാര്യമായിട്ടൊന്ന് പെരുമാറണ്ടേ? വേണം. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. അടിയോ, അവൻ വന്ന് കേറിയില്ല. അതിനുമുമ്പ് അവൻ ഷൈൻ ചെയ്യുവാണല്ലോ. ഗുഡ് മോർണിംഗ് എവരിബഡി. സാറേ. ആ സാറിനെ തന്നെ വാ. ഈ കോളേജിൽ ആദ്യമായിട്ടാണല്ലേ? എല്ലാവരും ഒരു ദിവസം ആദ്യമായിട്ട് വന്നല്ലേ നോക്കൂ. ഇതാ നോക്ക്, ഞങ്ങളൊക്കെ ഇവിടുത്തെ സീനിയേഴ്സാണ്. ആ ഒരു റെസ്പെക്റ്റോടുകൂടി വേണം പെരുമാറാൻ. ഓക്കെ?
ഞാൻ മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ ഞാനും ഒരു സീനിയർ ആയിരുന്നു. വർത്തമാനം കേട്ടിട്ട് ഇത്തിരി കൊമ്പുള്ള ഇനമാണെന്ന് തോന്നുന്നല്ലോ. ഒരു സംശയവും വേണ്ട, ആണ്. കഴിഞ്ഞ കോളേജിൽ നിന്ന് TC വാങ്ങി ഇറങ്ങിപ്പോന്നത് യൂണിയൻ ചെയർമാനെ തല്ലി എല്ലൊടിച്ചതിനാണ്. അതിനു മുമ്പ് പ്രൊഫസറെ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. വേറൊരിടത്ത് സാഹി കെട്ടപ്പോ ഹോസ്റ്റൽ വാർണിട്ടൊന്ന് കൊടുത്തു. മൊത്തത്തിൽ തരക്കേടില്ലാത്ത റെക്കോർഡ് കയ്യിലുണ്ട്. ഇതിപ്പോ 7ാമത്തെ കോളേജാ. എനി മോർ ക്വസ്റ്റ്യൻസ്? ഉടളിയ കൈ, ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരുത്തനെ ഞങ്ങൾ ആദ്യമായി കാണുകയാണ്. താൻ ഞങ്ങളെക്കാൾ സീനിയറാണ്, നേതാവാൻ പറ്റിയ ചുറ്റും. വന്നേ പറയട്ടെ. നമുക്കിവിടെ ഇരിക്കാം. അല്ല ആശാനെ, ഈ പുലിയുടെ കൂടി ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നു? പുലിയോ? ഓ, അതറിഞ്ഞൂടെ? തമ്പി സാറിന് ഈ കോളേജിൽ ഇട്ടേക്കുന്ന ഇരട്ടപ്പേരാണ് പുലിയെന്ന്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പൊറുതി. പോരാൻ നേരത്തെ തന്തപ്പടി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നീ ഞാൻ ഗുണപ്പെടും, അല്ലെങ്കിൽ മൂപ്പര് വിലയാകും. എടാ ബെല്ലടിച്ചു. ഞാൻ ക്ലാസ്സിലേക്കില്ല. ഫസ്റ്റ് അവർ പോയി തൊലയട്ടെ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ആശാനെ, ഇവിടെ അടുത്ത് ഹോട്ടലോ ക്യാൻറ്റീനോ ഒന്നുമില്ലേ? ക്യാൻറ്റീൻ ഇല്ല, ഹോട്ടൽ ഗ്രൗണ്ടിന്റെ അപ്പുറത്താ. ഒരു 10 മിനിറ്റ് നടക്കണം. അത് വയ്യ. അല്ല ഷാനെ, രാവിലെ വീട്ടിൽ നിന്നല്ലേ പോകുന്നത്, പിന്നെന്താ എത്ര വിശപ്പ്? പുലിയുടെ മാളത്തിൽ നിന്നല്ലേ പോകുന്നത്. പുലിക്ക് പുല്ല് നിന്നാ മതി, പക്ഷെ എനിക്കത് പോരല്ലോ. ഇവിടെ ഡൈനിങ് ഹാൾ എവിടെയാ? ലൈബ്രറിയുടെ പുറയില്. വഴിയുണ്ട്, വന്നേ. ഇത്രയും കൊല്ലം ഇതിനകത്ത് കയ്യിലും കുത്തി നടന്നിട്ടും ഈ ബുദ്ധി നമുക്കാർക്കും തോന്നിയില്ലല്ലോ. പോക്കറ്റ് മണി എത്രയോ ലാഭിക്കായിരുന്നു. ആർക്കും ഒരു ഛേദമില്ലാത്ത സ്റ്റൈലൻ പ്രോഗ്രാം അല്ലേ? കുറേശ്ശെ വീതേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബട്ട് വി ഗെറ്റ് ദി ബെസ്റ്റ്. ഫാന്റാസ്റ്റിക്. മീൻകറി, ഓംലെറ്റ്, ചപ്പാത്തി, ചോറ്. എന്നാ പിടിച്ചോ. താങ്ക് യു. മുക്ക്. ഒരു ടേസ്റ്റ്. ഇന്നത്തെ കാര്യം കുശാൽ. കൈ കഴുകാൻ വെള്ളം എവിടെ ഇഷ്ടാ? ടാപ്പ് ഇവിടെ ഈ മൂലയ്ക്കുണ്ട്. താങ്ക് യു. ഫാദർ, ചെയ്തത് തെറ്റാണെങ്കിൽ കുറ്റമേൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഞാനിത് ചെയ്തു എന്ന് ഫാദർ അറിയണം. വിശപ്പ് സഹിക്ക വയ്യാതെ ചെയ്തു പോയതാണ്. വിശപ്പോ? യെസ് ഫാദർ, അതാണ് സത്യം. ഇന്നലെ ഉച്ചയ്ക്ക് നേരാമണ്ണം ഭക്ഷണം കഴിച്ചതാണ്. അതിൽ പിന്നെ 2 കഷ്ണം ഉണക്ക റൊട്ടിയും ഐസ് വാട്ടർ മാത്രമാണ് കഴിച്ചത്. വാട്ട് യു മീൻ? താൻ പ്രൊഫസർ തമ്പിയുടെ കൂടെ അല്ലേ താമസിക്കുന്നത്? പിന്നെന്താ? അങ്കിളിന് കൊളസ്ട്രോളിനെ പേടിച്ച് ഭക്ഷണം കഴിച്ചുകൂടാ. ശരിയാ, അങ്കിളിന്റെ ശരീരത്തിന് അത്രയും മതി. പക്ഷെ എന്റെ ഈ പ്രായത്തിന് അതുകൊണ്ട് വല്ലതും ആവുമോ ഫാദർ? ഫാദർ എന്നിട്ട് ഗോപിയുടെ പേരിൽ ഒരു ആക്ഷൻ കൊടുത്തില്ലേ? വിശന്ന് പൊരിയുമ്പോ കട്ടിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും എടുത്ത് തിന്നുപോകും.
ഇത്രയും പ്രായമായി എനിക്ക് പോലും പറ്റുകയില്ല വെറും വേറോടെ 1 മണിക്കൂർ പിടിച്ചു നിൽക്കാൻ. പിന്നെയല്ലേ ഈ ഇളം പ്രായത്തിൽ ആ കൊച്ചൻ. അത് ശരിയായില്ല ഫാദർ. ഗോപി ചെയ്തത് തെറ്റ് തന്നെയാണ്. അവനെ അതിന് മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പകരം ഞാനുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ വെറുതെ വിട്ടത് ശരിയായില്ല. ശിക്ഷിക്കുകയാണെങ്കിൽ ഗോപിയല്ലേ ശിക്ഷിക്കേണ്ടത്, പ്രൊഫസറെയാ. ഗോപി, എന്താ അങ്കിൾ? അവിടെ ഇരിക്കേ. ഇതൊക്കെ എടുത്ത് പൊട്ടിച്ചു വയ്ക്കേ. ഇരിക്കേ. ഇരിക്കാൻ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, മുട്ട പുഴുങ്ങിയത്, ചിക്കൻ നൂഡിൽസ്, ആപ്പം, ദോശ, പൊറോട്ട. കഴിക്കേ. അയ്യോ അങ്കിൾ, കമാന്നൊരക്ഷരം വേണ്ടി പോകരുത്. വിൽശാലം പോലും ഭാഗ്യം വെക്കരുത്. ആ കഴിക്ക്, വിശപ്പ് മാറട്ടെ, കഴിക്ക്. പ്രൊഫസർ തമ്പി എന്നെ പട്ടിണി കിട്ടും 4 പേരോട് പറഞ്ഞ് നാണം കെടുത്തരുത്. ഇനി ആരുടെയും ചോറ് കട്ട് തിന്നുകയരുത്. കഴിക്ക്. മുഴുവനോ? ആ മുഴുവനും കഴിക്കണോ? അങ്കിൾ കഴിക്കണോ? എന്താണോ ഇത്? പാട്ടും കുത്തുമൊക്കെ കോളേജ് വെച്ചാണോ? അയ്യോ ഫാദർ, ക്ലാസ് ടൈം തുടങ്ങിയിട്ടില്ലല്ലോ, ചുമ്മാ അതുകൊണ്ടല്ലേ. ജസ്റ്റ് ഫോർ സം ഫൺ. ഈ പ്രായത്തിൽ ഇങ്ങനെ ചില ചില്ലറ കുസൃതിയെങ്കിലും കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഫാദർ? യു നോട്ടി ബോയ്. കൊള്ളാം, പക്ഷേ ഈ സ്മാർട്ട്നെസ് ഒക്കെ പഠിത്തത്തിലും കാണണം. യെസ് സർ. വന്ന് ഇത്രയും ദിവസത്തിനുള്ളിൽ അവൻ പ്രിൻസിപ്പൽ അച്ഛനെ കൈയെടുത്തല്ലോ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? അന്ന് ടിഫിൻകാരന്റെ കേസ് പിടിപ്പിച്ചു. എന്തുണ്ടായി? ഇന്നിപ്പം നമ്മളെ വല്ലവരാണ് പാട്ടിന്റെ ഇടയിൽ നിന്ന് പിടിച്ചിരുന്നെങ്കിലോ അച്ഛൻ വെറുതെ വിടുമായിരുന്നു. ആ തമ്പി സാറിന്റെ ശിങ്കിടിയല്ലേ തമ്പി സാർ. ആ പേര് പോലും എന്റെ മുമ്പിൽ പറയരുത്. വേറെ വെച്ചിട്ടുണ്ടാകിയവർക്ക്. അങ്കിൾ ലെറ്റേഴ്സ്. അയ്യോ അങ്കിൾ, അത് ഇന്നും വന്ന കത്താണ്, പൊട്ടിച്ച പോലില്ല. എന്താ അങ്കിൾ കാണിച്ചത്? ആരുടെ കത്താണത്? ഗോപി, മൈൻഡ് യുവർ ബിസിനസ്. ഇതിന്റെ സ്വന്തം കാര്യമാണ്. ആര്യയുടെ വരണ്ട. അങ്കിൾ ഒന്ന് ചോദിച്ചോട്ടെ? പലപ്പോഴായി ചോദിക്കണമെന്ന് കരുതുന്നു. അങ്കിൾ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അങ്കിളിന് ആരുമില്ലേ? ലുക്ക് ഹിയർ, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്റെ പാട്ടിന് വിട്ടേക്ക്. എന്റെ ബയോഡേറ്റ മുഴുവനും അറിഞ്ഞ് ജീവിതചരിത്രമൊന്നും എഴുതാൻ പോകുന്നില്ലല്ലോ. ഓ, ഞാൻ പോലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണവ. പ്ലീസ് അത് വിട്ടേക്ക്. അങ്കിളിനെ കുറിച്ച് അച്ഛനോട് ഒരിക്കൽ ചോദിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞു.
ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കരുതെന്ന്. ഓക്കെ, ഐ ലീവ് ഇറ്റ്. സോറി ഫോർ ആസ്കിംഗ്. ഞാൻ വരുന്നില്ല, നിങ്ങൾ രക്ഷപ്പെട്ടോ. എനിക്ക് അങ്ങോട്ട് ഒത്തിരി കണക്ക് തീർക്കാനുണ്ട്. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നീ വേണം. നോക്കി പേരപ്പിക്കാ സാറേ. ഇത്തിരി കഞ്ചാവ് വലിക്കുക. സാറ് പോയെടുക്കുന്നു. ഒന്ന് ഉഷാറാവാൻ. കഞ്ചാവോ? കോളേജ് കോമ്പൗണ്ടില്ലോ? തൊണ്ടി സഹിതം പിടിച്ചു കൊടുക്കാനല്ലേ നിങ്ങളുടെ ഈ വേട്ട ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എന്താ കാണിക്കുന്നേ? രാജു, stop it! Raju, have you gone mad? Raju, stop it! Raju, have you gone mad? Please stop it! Stop it, I say! Raju! അയ്യോ ഓടി വരണേ, അയ്യോ ഓടി വരണേ, എന്നെ രക്ഷിക്കണേ, തമ്പി സാർ എന്നെ തല്ലിക്കൊല്ലുന്നേ. Raju! എല്ലാവരും ഓടി വരണേ, രക്ഷിക്കണേ, തമ്പി സാർ എന്നെ ഒന്നും ചെയ്യല്ലേ. രാജു, എന്ത് കൊല്ലല്ലേ, എല്ലാവരും ഓടി വരണേ, രക്ഷിക്കണേ, തമ്പി സാർ ഒന്നും ചെയ്യല്ലേ എന്നെ. അയ്യോ അയ്യോ പറ്റി, തമ്പി സാർ എന്നെ അടിച്ചു പിടിച്ചും കൊല്ലാൻ ശ്രമിച്ചു. ഇതാ കണ്ടില്ലേ, ഇതാ. Raju! എന്താ ഇത്? നീ എന്താ രാജു ഈ പറയുന്നത്? ഓഫ് ഓൾ പേഴ്സൺസ് പ്രൊഫസർ തമ്പി പൂർവ്വ വൈരാഗ്യം വെച്ച് അദ്ദേഹം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു വന്നു, കൊല്ലാൻ ശ്രമിച്ചു വന്നു. അതെ ഫാദർ, ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല തമ്പി സാർ ബാത്റൂമിൽ വന്നത് എന്നെ തല്ലാനായിരിക്കുമെന്ന്. ഓർക്കാപ്പുറത്തേറ്റ അടികൊണ്ട് ഞാൻ തെറിച്ചു വീണു. പിന്നെയും എന്നെ കുത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വാഷ് ബേസിലും ചുമലിലും ഇട്ട് ഇടിയിരിക്കുകയായിരുന്നു ഫാദർ. എന്റെ കരച്ചിൽ കേട്ട് ഇവരെല്ലാവരും ഓടി വന്നില്ലായിരുന്നെങ്കിൽ. രാജു, ഹൗ ക്യാൻ യു? ഇത്രയും ക്രൂരമായ നുണ പറയാൻ തനിക്ക് എങ്ങനെ കഴിയുന്നു? കാം ഡൗൺ പ്രൊഫസർ, കാം ഡൗൺ പ്ലീസ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ രാജു. ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതാണ് തമ്പി സാറിന്റെ നേട്ടം. രാജു, എന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തി ഇവർ കണ്ട കാഴ്ച എന്താണെന്ന് അന്വേഷിച്ചു നോക്ക് ഫാദർ. വെൽ, തൽക്കാലം രാജു പോകൂ. എനിക്കിതിനെ കുറിച്ച് അന്വേഷിക്കണം, സമാധാനമായിട്ട് ആലോചിക്കണം. ഞാൻ പോവാം. പക്ഷേ വിദ്യാർത്ഥികൾ ചെയ്യുന്ന നിസ്സാര തെറ്റുകൾ വരെ പെരുപ്പിച്ച് കാണിക്കാൻ ധർമ്മിഷ്ഠനാണല്ലോ തമ്പി സാറ്. അദ്ദേഹം കുറ്റം ചെയ്താൽ അത് കുറ്റമാകുമെന്ന് എനിക്കൊന്ന് അറിയണം. എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയണം. സ്റ്റുഡന്റ് കുറ്റം ചെയ്താലും പ്രൊഫസർ കുറ്റം ചെയ്താലും കുറ്റം കുറ്റം തന്നെയാണല്ലോ ഫാദർ. That's enough. രാജു പോകൂ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് പ്രൊഫസർ. ഇത്രയും കൊല്ലത്തെ അധ്യാപക ജീവിതത്തിൽ ആദ്യമാണ് ഫാദർ ഇങ്ങനെ എനിക്ക്. ഐ ഫീൽ ടോട്ടലി ബ്ലാങ്ക്. നിന്റെ അപാര ബുദ്ധി സമ്മതിച്ചിരിക്കുന്ന അളിയാ. അളിയാ, പ്രൊഫസറെ പറ്റിയുള്ള കംപ്ലൈന്റിൽ മാത്രം ഒതുക്കിയാൽ മതിയോ, അതോ നമുക്ക് നമ്മുടെ തന്തമാരെ കൊണ്ട് ഒരു പോലീസ് കേസ് കൊടുപ്പിച്ചാലോ? എന്താ ഓടാ മരമണ്ട, എന്നിട്ട് വേണം എല്ലാരും കൂടെ അങ്ങ് ആകാൻ. തമ്പി സാർ അങ്ങനെ ഒരുത്തനെ കയറി തല്ലത്തില്ലെന്ന് കോളേജിൽ സർവമാന പേർക്കും അറിയാം. അപ്പോ പിന്നെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോണർ ചെയ്യപ്പെട്ടപ്പോൾ അങ്ങേരും അങ്ങേരോടൊപ്പം മറ്റുള്ളവരും ഒന്ന് പഴച്ചു നിന്നല്ലാണ്ട് പോലീസും കുന്തമൊക്കെ വന്ന വിത്തും പേരും ഒക്കെ ചേർന്ന് വലിച്ച് നമ്മളെ കള്ളു വിളിച്ചിട്ടാവും. പറഞ്ഞോണം, അത് നേരാണല്ലോടാ. പക്ഷേ രാജു, പിന്നെ എങ്ങനെ ഇത് അവസാനിപ്പിക്കും? അതിനുമുണ്ടടാ ഒരു വഴി. നാളെ ഒരു ഹീറോ സ്റ്റൈലിൽ പ്രിൻസിപ്പാൾ അച്ഛന്റെ റൂമിലേക്ക് ഡ്രമാറ്റിക് ആയിട്ട് കയറി ചെല്ലും. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ ക്ഷമിക്കാനുള്ള ഹൃദയം തമ്പിസാറിനില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഈ വലിയ തെറ്റ് ക്ഷമിക്കാനുള്ള വിശാലത എന്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു ഫാദർ, ഐ ഫോർഗീവ് ഹിം. എന്റെ കംപ്ലൈന്റ് ഞാൻ പിൻവലിക്കുന്നു. അങ്ങനെ ചുളുവിന് കോളേജിൽ ഒരു ഹീറോയും ആവാം. തമ്പിസാറിന്റെ ഗ്യാസ് എന്നേക്കുമായിട്ട് ഔട്ട്. എങ്ങനെയുണ്ട് ഐഡിയ? ഫാന്റാസ്റ്റിക് രാജു, നിന്റെ ഐഡിയ അപാരം. പക്ഷേ അത് നാളത്തേക്ക് നീട്ടണ്ട.
വൈകിയാൽ അതിന്റെ ത്രില്ല് പോവും. ലെറ്റ് us settle it today itself. തമ്പിയെങ്കിൽ നിന്നെ തല്ലി അല്ലടാ? തല്ലിയോ? പറയടാ, അങ്കിൾ നിന്നെ തല്ലിയോ? ഇല്ല. രാജു, സാറിനോട് ക്ഷമിക്കണം. ക്ഷമിക്കത്തക്ക തെറ്റാണോ രാജു നീ ചെയ്തത്? ഫാദർ, ഇയാൾ പരസ്യമായി മാപ്പ് പറയണം. എങ്കിലേ അങ്കിളിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറും. ഇയാളുടെ നിറവും ഇവിടുത്തെ കുട്ടികൾ അറിയട്ടെ. ശരിയാണ്. ദാറ്റ്സ് കറക്റ്റ്. അവിവേകം കൊണ്ടും വക്രബുദ്ധി കൊണ്ടും ഞാൻ കരുതിക്കുട്ടി തമ്പി സാറിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ ആത്മാർത്ഥമായി ദുഃഖിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. ഇനി ഒരിക്കലും ഞാനിങ്ങനെ പെരുമാറില്ല. നമസ്തേ. താണക്കേടായി. മറ്റാർക്കും ഇല്ലാത്തൊരു ബുദ്ധി കാണിക്കാൻ പോയ. എന്നിട്ട് ഇപ്പൊ എന്തായി? പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് മാപ്പും പറഞ്ഞ് ഈ നാണക്കേട് ഞാൻ മാറ്റോടാ. നോക്കിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. പിടിക്കണല്ല. എന്താ കുട്ടികളെ കാണിക്കണേ? അയ്യോ, ചവിട്ടി പൊളിക്കുക. ഇതാരവര്? അയ്യോ അന്നാമ്മേ, എന്താ ഈ കുട്ടികൾ കാണിക്കണേ? കർത്താവേ, എന്താ ഉദ്ദേശം? അന്നാമ്മേ, അത് കാറാണ്, വൈക്കോലല്ല. കത്തിച്ചാൽ ഒരു വസ്തുനും കൊള്ളില്ല. അയ്യോ അയ്യോ അന്നമ്മേ, അന്നമ്മേ, അയ്യോ അയ്യോ. പോയി 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 തമ്പി സാറിന് എല്ലാം പോയില്ലോ. അയ്യോ, കണ്ടോ കണ്ടോ, മോട്ടോർ സൈക്കിളിൽ 2-3 തെമ്മാടികൾ ഒന്ന് കാണിച്ചിട്ട് പോയ അക്രമം കണ്ടോ തമ്പി സാറ്? ആരാ? ആ രാജു ഓണത്ത് നോക്കിയാ? അവരെ വെറുതെ വിട്ടുവിടാമെങ്കിൽ ഞാനിതാ വരുന്നു. വേണ്ട, ഒരിക്കലും എന്റെ അനുവാദമില്ലാതെ നീ ഇടപെട്ടതാണ് ഈ പ്രശ്നം. അതിന്റെ പകരം വീട്ടിലാണ് ഈ കാണുന്നത്. ഇനിയും നീ ഇടപെട്ടാൽ ശരിയാവില്ല.
എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ലീവ് ടു മീ. കണക്ക് തീർത്തതിന്റെ ആശ്വാസത്തിൽ സന്തോഷത്തോടെ എടുത്ത് കളിക്കുകയാണല്ലേ വിട്ടുകളെ. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഒരു പഴയ കാർ കത്തിച്ചതുകൊണ്ട് ഞാൻ തളർന്നു പോകുന്നു. ആ കാറിന് എന്ത് വില വരുമെന്ന് നിങ്ങൾക്കറിയാമോ? കൂടിയാൽ 7,500 രൂപ, അല്ലെങ്കിൽ 8,000. എന്റെ 3 മാസത്തെ ശമ്പളം അതിൽ കൂടുതൽ വരുമെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇല്ലാത്തപ്പോൾ എന്റെ വീട് കയറി നിങ്ങൾ ആക്രമിച്ചു. എന്റെ കാർ തീ വെച്ച് നശിപ്പിച്ചു. സാക്ഷികളുണ്ട് ഇതിന്. ഇതൊരു പോലീസ് കേസായാൽ എത്ര വർഷം ജയിലിൽ കിടക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? ക്രിമിനൽ പുള്ളികളായി ശിക്ഷ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക 8,000-ന്റെ 100 ഇരട്ടിയിലധികമായിരിക്കും. നിങ്ങളുടെ പഠിത്തം, ഭാവി, ജീവിതം എല്ലാം. പകരം വീട്ടാൻ നിങ്ങളെപ്പോലെ ഞാനൊരു മൃഗമായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് അതായിരുന്നു. പക്ഷേ ശാസിക്കുമ്പോഴും മനസ്സിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ആ എന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കണ്ണുകൾ ഉണ്ടായില്ല. എന്നെ തോൽപ്പിക്കുവാൻ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തിയ 8,000 രൂപയേക്കാൾ വില കൂടിയതാണ് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന നിങ്ങളുടെ ജീവിതമെന്ന് ഞാൻ കരുതി. ഐ ഹാവ് നോ കംപ്ലൈന്റ്സ്. പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് ആരോടും പകയില്ലെന്ന്, പരാതിയില്ലെന്ന്. ഇനിയും പകരം വീട്ടണം, വീട്ടിക്കളൂ. പക്ഷെ തെറ്റുകൾ കണ്ടാൽ ഇനിയും ശാസിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. തമ്പി സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റിയില്ല. നിങ്ങളോട് ഇദ്ദേഹം ക്ഷമിച്ചു എന്നതിന് ഈ കണ്ണീരിലും വലിയ തെളിവ് വേണോ കുട്ടികളെ? Come, let us go. നമ്മൾ ഇനി ഇവിടെ നിന്നാൽ പ്രൊഫസർക്ക് കൂടുതൽ സ്ട്രെയിൻ ആവും. അത് വേണ്ട. പ്ലീസ് കം. Come on. അങ്കിൾ, അധികം അനങ്ങണ്ട. തീരെ സ്ട്രെയിൻ എടുക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്താ ഗുരു ശിഷ്യനും കൂടി ഒരു സംസാരം? എന്നെ ശുശ്രൂഷിക്കാൻ നിന്ന് ഇയാളൊരു അര ഡോക്ടറായ ലക്ഷണമാണ്. ഇല്ല ഡോക്ടർ, എനിക്കൊരു സംശയം. 24 മണിക്കൂർ എന്നെ സഹായിക്കാൻ ഇവിടെ ഒരാളിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഗോപി കോളേജിൽ പോട്ടെ. ഇപ്പോൾ തന്നെ ക്ലാസ് കുറെ മുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. എന്നെ ഒഴിവാക്കാൻ അങ്കിൾ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം. സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും നല്ലൊരു കാര്യമല്ലേ പ്രൊഫസർ പറഞ്ഞത്, അനുസരിക്കേ. എനിക്കൊരു കത്തയക്കാൻ ഈ ലോകത്തിൽ ഒരു അലവലാതിയും ഇല്ലല്ലോ. സ്വന്തം തന്ത ഒരെണ്ണം ഉള്ളത് പോലും അക്കാര്യത്തിൽ സെന്റ് ജോസഫ് കോൺവെന്റ്, കോതമംഗലം. ആരുടെ ആയിരിക്കും? ആരുടെങ്കിലും ആവട്ടെ.
എന്റെ അച്ഛന് ഞാൻ അച്ഛൻ അയക്കുന്ന 61ാമത്തെ കത്താണിത്. ഇതിൽ ആദ്യത്തെ കത്തൊഴികെ മറ്റൊന്നും അച്ഛൻ വായിച്ചു പോലും നോക്കാതെ നശിപ്പിച്ച് കളഞ്ഞു വേണമെന്നറിയാം. അല്ലായിരുന്നെങ്കിൽ ഈ മകൾ ഹൃദയം കൊണ്ടെഴുതുന്ന വരികൾക്ക് ഒരിക്കലെങ്കിലും അച്ഛൻ മറുപടി എഴുതുമായിരുന്നു. ഒരിക്കലും അച്ഛൻ എനിക്ക് മറുപടി എഴുതാൻ ഇടയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനിയും ഞാൻ അച്ഛൻ എഴുതാം. ഈ കവർ കാണുമ്പോൾ, എന്റെ കൈപ്പട കാണുമ്പോൾ ഈ മകളുടെ അച്ഛ എന്ന വിളി അച്ഛന്റെ മനസ്സിൽ മുഴങ്ങുമല്ലോ. അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. 1.5 വയസ്സുള്ളപ്പോ അമ്മയുടെ മാറി തൊട്ടിപ്പിടിച്ച് വീട് വിട്ടിറങ്ങിയ ഈ മകൾക്ക് അച്ഛനെ കാണാനും മോളെ എന്ന വിളി കേൾക്കാനും ഭാഗ്യമുണ്ടായില്ലെങ്കിലും ഇത്രയെങ്കിലും അവകാശം തരൂ. എന്റെ എല്ലാ പ്രാർത്ഥനകളിലും കണ്ണുനീരോടെ അച്ഛന് നല്ലത് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തം മകൾ ശ്രീദേവി. ശ്രീദേവിക്കൊരു വിസിറ്റർ. എനിക്കോ? ആരാ? ഒരു പയ്യനാണ്. കണ്ടിട്ടൊരു കോളേജ് റോമിയോയിൽ പോലുണ്ട്. ആഹാ, അപ്പൊ ശ്രീദേവിക്കും വിസിറ്റേഴ്സ് വരും. എന്നെ കാണാൻ അങ്ങനെ ആരും വരാനില്ല. ആള് തെറ്റിയതാവും. എന്നാലും ഒന്ന് നോക്കിക്കളാ. മിസ് ശ്രീദേവി അല്ലേ? അതെ. എനിക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലാവാനിടയില്ല. നാം തമ്മിൽ ആദ്യം കാണുകയാണ്. എന്റെ പേര് ഗോപി. എറണാകുളത്ത് സെന്റ് ജോർജ് കോളേജ് പഠിക്കുന്നു. എന്നെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. ശ്രീദേവിയുടെ അച്ഛനെ കുറിച്ച്, പ്രൊഫസർ തമ്പിയെ കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? തമ്പിയങ്ങളുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു. ഹോസ്പിറ്റലിലാണിപ്പോ. ഭയപ്പെടാനൊന്നുമില്ല, വളരെ കുറവുണ്ടിപ്പോ. ഇന്ന് അദ്ദേഹമില്ലാത്തപ്പോ ഞാൻ വീട്ടിൽ പോയിരുന്നു. വന്ന കത്തുകളുടെ കൂട്ടത്തിൽ ശ്രീദേവിയുടെ കത്ത് കണ്ടു. മുൻപൊരിക്കൽ ഇതേപോലൊരു കവർ പൊട്ടിച്ചു നോക്കാതെ അദ്ദേഹം നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അതേക്കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം എന്നെ ശകാരിച്ചു. മറ്റൊരാൾക്കുള്ള കത്ത് പൊട്ടിക്കുന്നത് തെറ്റാണെന്ന് അറിയാകയല്ല, പക്ഷെ എന്തോ എനിക്കങ്ങനെ തോന്നി. ശ്രീദേവിയുടെ കത്ത് വായിച്ചപ്പോ മനസ്സിൽ വല്ലാത്ത ദുഃഖം തോന്നി. വന്നൊന്ന് കാണണമെന്നും തമ്പിയങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന് വിവരം പറയണമെന്നും തോന്നി. ആരുണ്ട് അവിടെ കൂടെ? ഞാൻ മാത്രം. ബന്ധുക്കളെ ആരെ അറിയിക്കരുതെന്ന് തമ്പിയങ്ങൾ നിർബന്ധമാണ്. ഒന്ന് വന്ന് കാണാൻ. ശ്രീദേവി കാണാൻ വന്നാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് ഊഹിച്ചൂടെ? കത്തുകൾ തുറന്നു നോക്കാൻ കൂടി കൂട്ടാക്കാത്ത ആ മനുഷ്യൻ സുഖമില്ലാതിരിക്കുമ്പോ മനസ്സ് ക്ഷോഭിച്ചാൽ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, വന്നോളൂ. പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു വേണം വരാൻ. കഴിഞ്ഞ വർഷം ഞാൻ CMS-ലായിരുന്നു. അവിടെ എന്റെ കൂടെ പഠിച്ചിരുന്നാണെന്ന് പറയൂ. ഒരു മകൾക്ക് സ്വന്തം അച്ഛനെ കാണാൻ വേണ്ടി ഒരു നുണയുടെ മറ വേണ്ടി വരിക കഷ്ടമാണത്. കാരണങ്ങൾ എന്തായാലും ഇവിടെ ശ്രീദേവി ഒരു നുണ പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. ഒന്ന് ചെയ്തോളൂ. നാളെ ഒറ്റയ്ക്ക് പുറപ്പെട്ടോളൂ. മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ 9 വരട്ടെ. സി യു. ആരാ? ഇരിക്കും. വേണ്ട, അനങ്ങണ്ട. സുഖമില്ലാത്തല്ലേ?
എന്താ സുഖക്കേടുകാരനാണെന്ന് എന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? സുഖമുള്ളവരാരും ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കിടക്കില്ലല്ലോ. ഗുഡ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഉണ്ട് മറുപടി. താങ്ക്സ്. എന്താ കുട്ടിയുടെ പേര്? ശ്രീദേവി. എന്തേ ആ പേര് കേട്ടപ്പോ മുഖം വല്ലാതെ? അങ്ങനെ ആരെങ്കിലും അറിയോ? ഇല്ല, ഒന്നുമില്ല. Then it's all right. എന്റെ പേര് ശ്രീദേവി എന്നാണ്. കുട്ടി എനിക്ക് മനസ്സിലായില്ല. സാരമില്ല, ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഹായ് ശ്രീദേവി. ഹായ്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ആ അങ്കിൾ, ഇത് മിസ് ശ്രീദേവി. CMS-ൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇവിടെ അടുത്ത് ശ്രീദേവിയുടെ അടുത്തൊരു റിലേറ്റീവ് ഉണ്ട്. അവിടെ വരുമ്പോ ചിലപ്പോ എന്നെയും കാണാൻ വരും. We were good friends, you know. Yes, I am beginning to understand. ഹോസ്പിറ്റൽ ഉണ്ടാവുന്ന ആര് പറഞ്ഞു? ഓ, കോളേജിൽ പോയി അന്വേഷിച്ചാണോ അല്ലേ? ഒന്ന് പുറത്തിറങ്ങി നിൽക്കണേ പ്ലീസ്. ഓ യെസ്. സകല ദൈവങ്ങളെ വിളിച്ചോണ്ടാ ഞാൻ നിന്ന്. കള്ളി വിളിച്ചത്തായ കച്ചവടം തീർന്നു. താങ്ക് ഗോഡ്, സോ ഫാർ സോ ഗുഡ്. ഐ എം സോറി. കുട്ടിയുടെ ഫീലിങ്സ് ഞാൻ ഓർത്തില്ല. കമോൺ. ഞാനിപ്പോ അകത്തേക്ക് വരുന്നില്ല. ഒരു കണക്കിനാണ് ഇത്രയും പിടിച്ചു നിന്നത്. ഇനി ഉടനെ ആ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. ആസ് യു വിഷ്. 1-2 ആഴ്ച കാണുമല്ലോ ഇവിടെ. ഞാൻ വീക്കെൻഡിൽ വരാം. പ്ലീസ്. ആ, വരുമ്പോ നിന്ന് വിളിക്കാനുള്ള വല്ലതും കയ്യിൽ സ്റ്റോക്ക് വെച്ചേക്കണമേ. എവിടെ? ആര്? ഫ്രണ്ട്. ശ്രീദേവിയോ? അപ്പോഴേ പോയല്ലോ. അതെന്താ ഇത്ര പെട്ടെന്ന് വെക്കളഞ്ഞത്? ഞാൻ വരും ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കും. ഹേയ്, ചുമ്മാ എന്നെ ഒന്ന് കാണാൻ. വെറും ഒരു കാഷ്വൽ വിസിറ്റ്. വന്നു, കണ്ടു, അപ്പൊ തന്നെ പോയി. അല്ലാണ്ട് അങ്കിളിനെ പേടിച്ചിട്ടൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും വരാമല്ലോ. ഓ, അപ്പൊ ഇനിയുണ്ട് വരവ്. ഏതമില്ലാത്തൊരു ഉപകാരത്തിന് നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ശിക്ഷ നോക്കണേ. ഓടനെ പിടിച്ച് പൊട്ടിയാക്കുന്ന ഇടപാട്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല അങ്കിൾ. പുതിയ മാഗസിൻസ്, സൺഡേ, ഫ്രണ്ട് ലൈൻ. ഇതെന്താ, ഒരു ഫ്രൂട്ട് സ്റ്റാൾ തുടങ്ങാൻ മാത്രം ഉണ്ടല്ലോ. തമ്പിസാറിന് ഒരു അസുഖമായിട്ട് കിടക്കുമ്പോ തമ്പിസാറിനെ കാണാൻ തമ്പിസാറിന്റെ ലോനപ്പം വക്കീല് വരുമ്പോ ലോനപ്പം വക്കീലിന് വെറുങ്കയോടെ വരാൻ പറ്റുമോ? പിന്നെ വല്ലതും വാങ്ങുമ്പോ 1-2 വാങ്ങി പിച്ചത്തരം കാട്ടുന്നത് എങ്ങനെയാ? ഒന്നുമില്ലെങ്കിലും തമ്പിസാർ എന്റെ മിസ്സിസിന്റെ സഹപ്രവർത്തകനല്ലേ. ആ പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആരോടും സംസാരിക്കരുത്. അധികം സംസാരിക്കുന്നവരെ അടുത്ത് ഇരുത്തുകയും ചെയ്യരുത്. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ രോഗമൊന്നും അല്ല. ഗോപി. ആ അങ്കിൾ, അങ്കിൾ ഉറങ്ങാൻ വേണ്ടി മരുന്ന് കുത്തിവെച്ചിരിക്കുക. ഇപ്പോഴധികം സംസാരിച്ച ഡോക്ടർ വഴക്ക് പറയും. കഷ്ടമായിപ്പോയി. തമ്പി സാറ് സംസാരിക്കാൻ ഒരാളില്ലാണ്ട് വലഞ്ഞിരിക്കാവുമെന്ന് കരുതിയ തീരെ സമയമില്ലാതിരുന്നിട്ടും ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. സാരില്ല, സാർ ഉറങ്ങ്. ഞാൻ പോയിട്ട് ഉണരുമ്പോഴേക്കും വീണ്ടും വരാം. എന്താ ഇത്? പ്രൊഫസർ തമ്പിസാറിന്റെ വീടല്ലേ? അതെ. തമ്പിസാറിന്റെ ആരാ? ഞാൻ ആരുമില്ല. പിന്നെ ഗോപി കാണാൻ വന്നതാ. ഗോപി കാണാനോ? ഗോപിയുടെ ആരാ? ഗോപിയുടെ ആരുമില്ല. പിന്നെ അല്ല,
ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാനും ആരുമല്ല. ഓഹോ, ഹായ് ശ്രീദേവി. ഹായ് ഗോപി. വരൂ. ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ? ആ. ഞാനത് ഓർത്തു. തമ്പിയങ്ങളിൽ ഒരേ നിർബന്ധം, ഹോസ്പിറ്റലിൽ കിടക്കാൻ വയ്യ, വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തോളാണ്. ഒടുവിൽ സൈ കെട്ടപ്പോ ഡോക്ടർ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. കമിൻ. കുട്ടി, ഇതെന്ത് വിചാരിച്ചുള്ള ദിവസമാണ്? ഒരു ചെറുപ്പക്കാരനെ കാണാൻ എപ്പോഴും ഇങ്ങനെ കയറി വരികയെന്ന് വെച്ചാൽ എന്താ ഭാവം? കുട്ടിയുടെ വീട് എവിടെയാ? ആരാ അച്ഛൻ? അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ സന്ദർശനം? വേണ്ട, കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. അങ്കിൾ ഒട്ടും സ്ട്രെയിൻ എടുക്കരുതെന്നാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. താൻ സ്ട്രെയിനൊന്നും ഉണ്ടാക്കി തരാതിരുന്നാൽ മതി. ഏതായാലും വീട്ടിൽ വന്ന് കയറിയതല്ലേ, ആതിഥ്യ മര്യാദ കാണിച്ചില്ല എന്ന് വേണ്ട. തന്റെ ഫ്രണ്ടിന് ചായയോ കാപ്പിയോ ഉണ്ടാക്കി കൊടുക്കുക. നിൽക്ക്. കൂട്ടുകാരുടെ മുമ്പിൽ മാനം കെടുത്താണെന്ന് കരുതണ്ട. ഒരു സ്റ്റൗ പോലും കത്തിക്കാൻ അറിയാൻ പാടില്ലാത്ത താൻ കാപ്പിയുടെ കാര്യം പറയുമ്പോൾ നേരെ അടുക്കളയിൽ പോകുന്നു. താൻ അവിടെ പോയി ആനമുട്ട ഉണ്ടാക്കും. ഞാനുണ്ടാക്കാം. വേണ്ട, ഞാനുണ്ടാക്കാം. എനിക്കറിയാം. കുട്ടിയുടെ കയ്യിലിരിപ്പ് കൊള്ളില്ലെങ്കിലും കാപ്പി കൊള്ളാം. നന്നായിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള കൈ. താങ്ക് യു. ഞാൻ പോട്ടെ, സമയമായി. ആ, ഇനി എപ്പോഴാണോ അടുത്ത വിസിറ്റ്? തോന്നുമ്പോ. തോന്നുമ്പോഴോ? തോന്നുമ്പോഴൊക്കെ ഞാൻ ഇനിയും വരും, തല്ലി ഓടിക്കും വരെ. കാപ്പി എന്ത്? എടോ ഭാര്യയെ, അന്നാമ്മേ, ശാന്ത വെളിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. കണ്ണിൽ വല്ല കരടും പോയതാവും. ഉന്താം, ഇതിന്റെ ആയുസ് മുഴുവൻ ബ്ലൗസ് വെട്ടി വലുതാക്കി തന്നെ ഒടുങ്ങുന്ന എന്റെ പേടി. അന്നാമ്മേ, ഇങ്ങോട്ട് നോക്കിയേ. ഒരു പെങ്കൊച്ച് ഒരു കാരണവുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തില് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കൊന്നും അറിയില്ല. അതിന്റെ അർത്ഥം അവൾക്ക് പ്രായമായെന്നാ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. മനസ്സിലായിക്കൊള്ളാം. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ചവിട്ടും തൊഴിയും തന്നെ. ഈ കുരിശിനെ എന്റെ പെടലിക്ക് തന്നെ കെട്ടിവെച്ചല്ലോ കർത്താവേ. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? പ്രിയമുള്ള ശ്രീദേവിക്ക്, ശ്രീദേവിയെ സഹായിക്കുവാൻ വന്ന ഞാൻ വല്ലാത്തൊരാപ്പിലാണ് വന്ന് വീണിരിക്കുന്നത്. ശ്രീദേവി രണ്ടാമത് വന്നു പോയതിൽ പിന്നെ തമ്പിയങ്ങൾ എന്നെ നിർത്തി പൊരിക്കുകയായിരുന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമത്രേ. ഗതി കെട്ടപ്പോ വായടയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പ്രേമമാണെന്ന്. അത് കേട്ടപ്പോ നാവടങ്ങി. അതിൽ പിന്നെ ആശ്വാസം. അടുത്ത തവണ വരുമ്പോൾ ഈ ധാരണയിലെ അങ്കിൾ പെരുമാറും. അതിനൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ കത്ത്. സസ്നേഹം, ഗോപി. ഓരോരോ കുരിശുകൾ വന്ന് വീഴുന്നതേ. പിന്നെ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചാണെന്നൊരു സമാധാനമുണ്ട്. മലരണിക്കാടുകൾ കാന്തിയിൽ മുങ്ങി മലരണിക്കാടുകൾ അങ്കിൾ, പിന്നെ ഒരു കാര്യം, കുളിയും കവിതാപാരായണവും അക്ഷരശ്ലോകവും കൂടി ഒരുമിച്ച് വേണോ നിർബന്ധമാണോ? പിന്നെയുള്ളവർക്കൂടെ ഇരുന്ന് 4 അക്ഷരം പഠിക്കണം. ബുദ്ധിമുട്ടിയിരുന്ന് പഠിക്കല്ലേ? ഒരു കപ്പ് കാപ്പി കൂടി ഇരിക്കട്ടെ. താങ്ക് യു അങ്കിൾ. പഞ്ചസാര വാക്കൊന്നും നീ കേൾക്കണ്ട. കിടക്കുന്നതിന് മുമ്പ് കപ്പെടുത്ത് കഴുകി ചെയ്യണം. നാളെ രാവിലെ ഇത് ഉറുമ്പരച്ച് ഇവിടെ ഇരുന്നാൽ എന്റെ മട്ടുമാറും. ഉത്തരവ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. ഇതാര് കൈമളോ? വാ വാ വാ. ആ ഇരിക്കി. എടോ തമ്പി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാം പണങ്ങരുത്. തനിക്ക് അസുഖം വന്നപ്പോ ഞാൻ അങ്ങ് ഗോഹാട്ടിയിലായിരുന്നു. വിവരമറിഞ്ഞത് നാട്ടിൽ വന്നപ്പോൾ അപ്പോൾ തന്നെ ഇങ്ങോട്ട് വെച്ച് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാ, അബ്കാരിയുടെ ലേലം നടക്കുന്ന സമയം. 2 കണ്ണും പിന്നെ തൃക്കണ്ണും തുറന്നു നിന്നില്ലെങ്കിലേ മലവെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ കാര്യങ്ങൾ സ്ലിപ്പാവും. എങ്ങനെ അല്ലാതെ വരുന്നത്? തന്നെപ്പോലുള്ള ദുഷ്ടന്മാരുടെ എണ്ണം കൂടിക്കൂടിയല്ലേ വരുന്നത്? അയ്യോടാ, ഇങ്ങനെ ഒരു തമാശക്കാരൻ. ഇതെന്ന് തുടങ്ങി തിരുനാവ് കൊണ്ട് തമാശ പറയാൻ? പണ്ട് നമ്മൾ പള്ളിക്കൂടത്തിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോ നല്ല ഒന്നാന്തരം തമാശ പറഞ്ഞാലും മുഖം വീർപ്പിച്ച് മിഴിച്ചിരുന്ന ബോർണാണ് നീ. ഇതേ തമാശ ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഓ, ഇവന്റെ സമ്പർക്ക ഗുണം കൊണ്ടായിരിക്കും. അല്ല തമ്പി, സത്യം പറയേ, ഇവൻ രക്ഷപ്പെടുമോ? അതോ തന്നെ കൂടെ വെറുതെ മെനക്കെടുത്തിയെന്നേ ഉള്ളൂ? ഗോപിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈയിടെയായിട്ട് കുറേശ്ശെ മറവി. വന്നപ്പോ തൊട്ട് വായിട്ട് അലയ്ക്കുന്നു. ഒരിച്ച് കാപ്പി തരാൻ. ഓ, അതിന് താൻ തന്നെ അടുക്കളയിൽ കയറണമല്ലോ. ഗോപി, അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാകൂ. പിന്നെ ഞാൻ ഈ കൊച്ചു വർത്തമാനം പറയുന്നു അത്ര കാര്യമാക്കണ്ട. ചെറുക്കനെ വരച്ച വരെ നിർത്തിക്കോണം. അവൻ ആള് കിടക്ക. അത് പിന്നെ പ്രത്യേകം പറയണം. അവൻ തന്റെ മോനല്ലേ? ഇത് എത്ര നേരമായി? ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ അങ്കിൾ? എടോ ഗോപി, എനിക്ക് തീരെ പരിചയമില്ലാത്ത ഇടപാടായത്. തനിക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? നത്തിങ് ഡൂയിങ്. മേലനങ്ങാതെ എപ്പോഴും പുസ്തകം കരണ്ട് ഒരിടത്ത് ഇങ്ങനെ കുത്തി ഇരുന്നിട്ടാ അങ്കിളിന് കൊളസ്ട്രോളും ഹാർട്ടും ഒക്കെ. ഒന്നിങ്ങ് വന്നേ, തടിയൊന്നും ഇളകി വേർക്കട്ടെ. കമാ. പിടിച്ചോ. ശ്ശോ. ശ്ശോ. ഞാനില്ലേ ഇല്ല. കൊച്ചനെ, നിന്റെ ഈ കുരുന്ന് പ്രായത്തില് ഇത് നിന്റെ അപ്പുറവും ചെയ്യാം. അതും കണ്ടോണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാലേ എന്റെ നടുവ് ഉളുക്കി ഞരമ്പും കുളിച്ച് പിടിച്ച് എവിടെയെങ്കിലും കിടക്കും. എന്നെ വിട്ടേരെ. ആദ്യം അങ്കിളിന്റെ മണിമാറ്റ്, എന്നാലേ ഗുണം പിടിക്കൂ. ഇത് കുറച്ചുള്ള ഗുണമൊക്കെ മതി. എന്റെ പൊന്ന അങ്കിളല്ലേ. ദേ, ഇതുപോലെ ബസ്കിയും ഗ്രൗണ്ടും വേറെ 2-4 ഐറ്റംസും ഒരു 6 മാസം തുടർച്ചയായി ചെയ്താൽ ദേ അങ്കിള് ബെറ്റ് വെച്ചോ, എന്നെ പോലെ സ്ലിം ആയി കിട്ടും. അത് അപകടമാണ്. പിന്നെ എന്റെ ഡ്രസ്സൊന്നും എനിക്ക് ചേരില്ല. എന്നെ കണ്ടാലാരും അറിയില്ല. ഞാൻ ഒഴിവാണേ ഒഴിവ്. നീ നിന്റെ പാട് നോക്ക്. ഗുഡ് മോർണിംഗ്. ആരും ശ്രീദേവിയോ? ഇരിക്കേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ എന്നെ വഴക്കം പറഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത്. ഇറങ്ങിപ്പോയത് ചിരിച്ചോണ്ടും. ദേ, ഇപ്പൊ ചിരിച്ചോണ്ട് സ്വീകരിക്കുന്നു. ഇറങ്ങിപ്പോകുമ്പോ കരയേണ്ടി വരുമോ? ഇരിക്കുമോളെ. എന്താ അങ്കിൾ എന്നെ വിളിച്ചത്? മോളേന്ന്. ഗോപി എനിക്ക് മോനെ പോലെയാണ്. അപ്പോ എനിക്ക് നിന്നെ മോളേന്ന് വിളിച്ചൂടെ? വിളിക്കാം. ഒന്നല്ല, 1000 തവണ. 1000 അല്ല, എപ്പോഴും. ഹായ് ശ്രീദേവി. ഹായ്. ഇന്ന് ക്ലാസ് ഇല്ലേ? ഞങ്ങളുടെ അവിടെ സൺഡേസ് ക്ലാസ് ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെയല്ല അല്ലേ?
അതോ ഇനി അവിടുത്തെ സൺഡേ അല്ലെന്നുണ്ടോ ഇവിടുത്തെ സൺഡേ? ആ നിങ്ങൾ ഇവിടെ സംസാരിക്കൂ, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങട്ടെ. ആ റോസിന്റെ കമ്പനിയും പൊടിച്ചില്ല. മുഖത്ത് നോക്കി മോളേന്ന് വിളിച്ചപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു. കാണാതിരിക്കാൻ ഞാൻ മുഖം കുനിച്ചു പിടിക്കുകയായിരുന്നു. ഇങ്ങനെ ഒന്നും പറയാതിരുന്നാൽ പുള്ളി സംശയിക്കും. എന്താ പറയാ? പ്രേമിക്കുമ്പോ ആളുകൾ സാധാരണ എന്താ പറയാറ്? ആവോ, ഞാൻ പ്രേമിച്ചിട്ടില്ല ഇതുവരെ. പണ്ടാരം അടങ്ങാൻ ഞാനുമില്ല. വല്ല വളക്കൽ സ്ലൈനോ കമന്റടിയോ ആണെങ്കിൽ എളുപ്പമായിരുന്നു. പിന്നെ എന്ത് ചെയ്യും? ആ, പണ്ട് കണ്ട ഏതോ സിനിമയിലെ ഡയലോഗ് ഓർമ്മയുണ്ട്. സ്വല്പമൊക്കെ തെറ്റും, എന്നാലും നിന്ന് വഴക്കാം. പ്രിയമുള്ളവളെ, നിന്നെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. നിന്റെ രൂപം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മന്മഥന്റെ വില്ലുപോലുള്ള നിന്റെ കണ്ണുകൾ, ചെണ്ടുമല്ലിപ്പൂക്കൾ പോലുള്ള നിന്റെ പുരികം, കരിങ്കൂവളപ്പൂക്കൾ പോലുള്ള നിന്റെ ചുണ്ടുകൾ, വാ പരൽമീൻ പോലുള്ള നിന്റെ ചെവികൾ. വരെ വാ. തെറ്റ്, മുഴുവനും തെറ്റ്. ഒരു ഉപമ പോലുമില്ല ശരി. മന്മഥന്റെ വില്ല് പോലുള്ള പുരികങ്ങളാണ്, കണ്ണുകളല്ല. ചെണ്ടുമുല്ലപ്പൂക്കൾ പോലുള്ള പല്ലുകളാണ്, പുരികങ്ങളല്ല. കടൽമീൻ പോലുള്ള കണ്ണുകളാണ്, ചെവികളല്ല. മനസ്സിലായോ? ആ, ഇനി ശരിക്ക് പറയാ. ആ, ഇനി ശരിക്കും പറഞ്ഞോളാം. ശരിക്ക് ഡ്രാമയ്ക്ക് പേര് കൊടുക്കണ്ടേ? നമുക്ക് ആ ലൈബ്രറിയുടെ ഭാഗത്ത് എഴുതാൻ പറ്റും. പക്ഷെ ഡ്രാമ കാലക്കണം കേട്ടോ. ഹായ് ഗോപി. ഇന്നലെ സ്പോർട്സ് ഗ്രൗണ്ടിൽ താൻ കലക്കി കേട്ടാ. അത്ലറ്റിക്സിൽ ഇത്തവണ താൻ തന്നെ കോളേജ് ചാമ്പ്യൻ. എന്റെ അഭിനന്ദനങ്ങൾ അഡ്വാൻസ് ആയിട്ട്. താങ്ക്സ്. എന്റെയും. താങ്ക് യു. തമ്പി സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹീസ് ഓൾ റൈറ്റ്. പഴയതിനേക്കാൾ സ്മാർട്ട് ആയിട്ടുണ്ട്. ഹി വിൽ ജോയിൻ നെക്സ്റ്റ് വീക്ക്. താങ്ക് ഗോഡ്. രാജു, നല്ല ആളാണ് ഈ രാജു. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. വന്നേ, നമുക്കൊരിടം വരെ പോകാം. ബെല്ലടിക്കുന്നതിന് മുമ്പ് വരാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എക്സ്ക്യൂസ് മീ. ഷുവർ. ഹായ്. ഹായ്. എന്താണ് ആശാനെ ഈ സംഭവം? സിമ്പിൾ. പാവം ശാന്ത എന്നോടുള്ള പക വീട്ടിയതാ. എന്റെ മുന്നിൽ വെച്ചുള്ള റൊമാൻസ്. ഭയങ്കരി. ഏതായാലും ദോഷം പറയരുതല്ലോ. രാജു നല്ല ചോയ്സ് ആണ്. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ഞാനൊക്കെ പിന്നെന്താ റോങ് ചോയ്സ് ആണോ? പോടാ മരത്തല്ലേ. ഓ, ഞാൻ ആലോചിക്കുകയായിരുന്നു ശ്രീദേവി, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്, പരിചയം വളർന്ന് ഇങ്ങനെ അടുപ്പമായത് എല്ലാം എത്ര വിചിത്രമായിട്ടാണെന്ന്. സത്യം. നമ്മുടെ പ്രായത്തിൽ വെറും കുസൃതികളിൽ നിന്നും തുടങ്ങുന്ന കണക്ഷൻസ് ആണ് ബന്ധങ്ങളായി വളരുന്നത്. എന്നാൽ നമ്മൾ എന്റെ ദുഃഖം കണ്ട് എന്നോട് അലിവ് തോന്നാൻ ഗോപി ദൈവം പറഞ്ഞതാണ്. ശരിയായിരിക്കും. ശ്രീദേവിയെ കണ്ടപ്പോ, വളർന്നു വന്ന പശ്ചാത്തലം ഊഹിച്ചപ്പോ എന്തോ എനിക്കങ്ങനെ തോന്നി. ഇതാ ഒരു പെൺകുട്ടി. ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് ധൈര്യം പകരാൻ. അപ്പം ഗോഡ്, അത് വളർന്ന് ഇങ്ങനെയൊരു ബന്ധമായി മാറുമെന്ന് ഞാൻ കരുതിയതേയില്ല. ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അടുക്കുകയായിരുന്നു. യു സെഡ് ഇറ്റ്. അതാണ് സത്യം. ശ്രീദേവിയുടെ അമ്മ ഇതറിഞ്ഞാൽ എന്റെ സന്തോഷം അതിൽ കവിഞ്ഞൊന്നും അമ്മയ്ക്കില്ല. അമ്മ എതിർക്കില്ല. പലപ്പോഴും ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ശ്രീദേവിയെ വേദനിപ്പിക്കുമെന്ന് കരുതി മടിച്ചു. ചോദിക്കാതെയും പറയാവുന്നതാണല്ലോ എന്നും കരുതി.
തമ്പിയെങ്കിലും ശ്രീദേവിയുടെ അമ്മയും എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്? അതറിയാമായിരുന്നെങ്കിൽ ചോദിക്കാതെ ഞാൻ പറയുമായിരുന്നു. ആർക്കോ എവിടെയോ തെറ്റുപറ്റി എന്ന് മാത്രം എനിക്കറിയാം. ചോദിച്ചിട്ടില്ലേ? പലതവണ, പക്ഷേ ഫലമില്ല. പിന്നെ പിന്നെ ചോദിക്കാതെ എന്തിനു വെറുതെ? തെറ്റ് ആരോട് ചെയ്തതായാലും ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാണ്. അതേ എനിക്കറിയാവൂ. ഞാൻ ശ്രീദേവിയുടെ അമ്മയൊന്നും ഒന്ന് കണ്ടോട്ടെ? Come on. എന്താ മോളെ, നിനക്കിന്ന് കോളേജില്ലേ? ഇന്ന് പെട്ടെന്നൊരു ഹോളിഡേ കിട്ടി. കമോൺ. അപ്പൊ തോന്നി അമ്മയെ കാണാൻ ഓടി വരണമെന്ന്. നേരെ പോന്നു. ഓ, ഐ എം സോറി. അമ്മേ, ഇത് മിസ്റ്റർ ഗോപി, എന്റെ റൂംമേറ്റിന്റെ ബ്രദറാണ്. എറണാകുളത്ത് പഠിക്കുന്നു. ഹലോ ആന്റി. ബസ്സിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ എപ്പോ നോക്കിയാലും എനിക്ക് അമ്മയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രേ പൊടിപ്പും തൊങ്ങലും വെച്ച് അവൾ ഗോപിയോട് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോപിക്കൊരാഗ്രഹം, അമ്മയെ കാണണം, പരിചയപ്പെടണമെന്ന്. ഞാൻ പറഞ്ഞു, നല്ല മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ഡിസ്ട്രിക്ട് ജഡ്ജിയാണ് കഥാപാത്രം. എപ്പോ ആരെ ഏത് ശിക്ഷയ്ക്കാണ് വിധിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന്. വരൂ, ഇരിക്കൂ. ആ, മോള് ചെന്ന് രാധമ്മയോട് കാപ്പി കൊണ്ടുവരാൻ പറയും. ശരി അമ്മേ. എവിടെയാണ് മിസ്റ്റർ ഗോപിയുടെ വീട്? കായംകുളത്ത്. പിന്നെന്തേ പഠിത്തം എറണാകുളത്താക്കാൻ? അങ്ങനെയൊന്നുമില്ല, സൗകര്യം നോക്കി, ദാറ്റ്സ് ഓൾ. അവിടെ ഇവിടെ ഹോസ്റ്റലിലാണോ താമസം? അല്ല, ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ. അത് നന്നായി. ഹോസ്റ്റലിലെ ബഹളങ്ങൾ ഉണ്ടാവില്ലല്ലോ. ആ, ദാ. ഞാൻ ഇറങ്ങട്ടെ ആന്റി, 6 മണിക്ക് ഫാസ്റ്റ് ഉണ്ട്. നൈസ് മീറ്റിംഗ് യു. താങ്ക് യു. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, മോള് പോയി കുളിച്ച് ഡ്രസ്സ് മാറും. എന്താണമ്മേ? അമ്മയുടെ മോള് വലുതായി. അതമ്മ ഇപ്പോഴും മനസ്സിലാക്കിയുള്ളൂ? ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ അറിയാതെ വൈകിപ്പോന്നു. മോള് വളർന്നോടൊപ്പം പലതും പഠിച്ചു. നുണകൾ പറയാൻ കൂടി. അമ്മയുടെ അടുത്ത് വരെ. അമ്മേ, നിന്റെ റൂംമേറ്റ്സിന്റെ പേര് ജമീല എന്നും സൂസി എന്നുമാണെന്ന് എത്ര തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്? രണ്ടുപേരും കോട്ടയത്തുകാരാണെന്ന്. ഇവരിൽ ആർക്കാണ് ഗോപി എന്ന പേരിൽ കായംകുളത്ത് ഒരു ബ്രദറുള്ളത്? അതോ കായംകുളത്തു നിന്ന് പുതിയൊരു റൂംമേറ്റ് വന്നു എന്ന് മോളൊരു കഥയുണ്ടാക്കി പറഞ്ഞാൽ അമ്മ അതും വിശ്വസിക്കണം? ആരാണ് ഈ ഗോപി? എന്റെ ഒരു ഫ്രണ്ടാ. ഞാനത് ഊഹിച്ചു. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് നീ. സ്വന്തം കാര്യങ്ങളെപ്പറ്റി ഒരു തീരുമാനമെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. സ്വാതന്ത്ര്യവും. ആരെയും ആശ്രയിക്കാതെ, ആരുടെ മുന്നിലും കൂസാതെ തന്റെ ഇടത്തോടെ എന്റെ മോൾ വളർന്നു വരണമെന്നേ ഞാൻ ആശിച്ചിട്ടുള്ളൂ, എന്നെ പോലെ. പക്ഷേ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോപി എന്നല്ല, നിനക്കിഷ്ടമുള്ള ആരെങ്കിലും തിരഞ്ഞെടുത്തോളൂ. അമ്മ എതിർക്കില്ല. ജീവിതത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ എടുത്ത തെറ്റായ തീരുമാനത്തിന്റെ പേരിൽ ഒരായുസ് മുഴുവനും ഹോമിച്ചവളാണ് നിന്റെ അമ്മ. ഒരച്ഛന്റെ തണലില്ലാതെ, ഒരു കുറവും അറിയിക്കാതെ നിന്നെ ഞാൻ വളർത്തി. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ തെറ്റ് എന്റെ മോൾ ആവർത്തിക്കരുത്. ഒരിക്കലുമില്ലമ്മേ. ഗോപി, നിന്റെ വിശ്വാസം സത്യമായിരിക്കട്ടെ. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നിന്നെയും കൊണ്ട് അച്ഛന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്നവളാണ് ഞാൻ. പിന്നെയുള്ള കാലം അത്രയും നീയായിരുന്നു എന്റെ എല്ലാം. നിനക്കൊരു തെറ്റ് പറ്റിയാൽ
അച്ഛന്റെ സഹായം കൂടാതെ മോളെ വളർത്തുമെന്നും തലയുയർത്തി ജീവിക്കുമെന്നും തന്റെ ഇടം പറഞ്ഞ മാധവിയമ്മ തോറ്റുപോയെന്ന് ലോകം മുഴുവനും പറയും. ഈ അമ്മ തോൽക്കാൻ അമ്മയുടെ മോൾ ഇടവരുത്തരുത്. പറഞ്ഞു തുടങ്ങിയത് എന്നെ കുറിച്ചാണെങ്കിലും അറിയാതെ വന്നെത്തിയത് അമ്മയുടെ കാര്യത്തിലാണ്. ഒരു ദുർബല നിമിഷത്തിലെടുത്ത തെറ്റായ തീരുമാനം ഒരാഴ്ച മുഴുവൻ ഹോമിച്ചു എന്ന് അമ്മ പറഞ്ഞു. പറയുമല്ലേ, എന്തായിരുന്നു ആ തെറ്റ്? പരസ്പരം മനസ്സിലാക്കാനും പൊരുത്തപ്പെടുവാനും തയ്യാറല്ലാത്ത രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചത്. ചോദിക്കുമ്പോഴൊക്കെ ഉത്തരം പറയാതെ അമ്മ ഇതും പറഞ്ഞൊഴിഞ്ഞു മാറി. 1.5 വയസ്സുള്ളപ്പോ എന്നെയും കൂട്ടി അച്ഛന്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോന്നതാണമ്മ. പിന്നീട് ഇതുവരെ അച്ഛനെ ഒന്ന് കാണാൻ, അച്ഛനെ കുറിച്ച് പറയുവാൻ എന്നെ അനുവദിച്ചിട്ടില്ല. അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഈ വീട്ടിലില്ല. ഇത്രയേറെ അകറ്റി നിർത്താൻ എന്ത് തെറ്റാണ് മനുഷ്യൻ ചെയ്തത്? നീ അതറിയണ്ട. എനിക്കതറിയണം. അമ്മ തന്നെ പറഞ്ഞല്ലോ, ഞാനൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്ന്. എനിക്കതറിയാൻ അവകാശമുണ്ട്. ഒരമ്മയ്ക്ക് മകളോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ പരിമിതികളുണ്ട്. എന്റെ മോൾ അമ്മയോട് ഒന്നും ചോദിക്കരുത്, ഒരിക്കലും ഓർമ്മിക്കരുതെന്ന് കരുതി മനസ്സിന്റെ കോണിൽ കുഴിച്ചു മൂടിയതാണ് അതെല്ലാം. മോൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും വീണ്ടും ഒരിക്കൽ അത് ആവർത്തിക്കാൻ എനിക്ക് വയ്യ ശ്രീദേവി. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. പോകാൻ ഒതുങ്ങിയോ നീ? ഇപ്പൊ പുറപ്പെട്ട സമയത്തിനെത്താം. ആ, കാർ എടുത്തോളൂ. ഡ്രൈവർ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. അമ്മേ. എന്താ ശ്രീദേവി? അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ എന്റെ അച്ഛനെ കണ്ടു. എവിടെ വെച്ചാണ് കണ്ടതെന്ന് അമ്മയ്ക്കറിയണ്ടേ? മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഹാർട്ട് അറ്റാക്കായി കിടക്കുമ്പോൾ. ഞാൻ അയച്ച കത്തുകളിലൊന്ന് യാദൃച്ഛികമായി വായിക്കാൻ ഇടവന്ന ഗോപിയാണ് എന്നെ അച്ഛന്റെ അടുക്കൽ എത്തിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കണ്ടതും അടുത്തതും. ഭയപ്പെടണ്ട, അമ്മയിൽ നിന്ന് എന്നെ തട്ടിയെടുക്കാൻ അച്ഛൻ ഇനിയും ഞാൻ ആരാണെന്ന് അറിയില്ല. ഗോപിയുടെ ഗേൾഫ്രണ്ട് എന്ന നിലയിലേ ഞാൻ അവിടെ പോകാറുള്ളൂ. സ്വന്തം മോൾക്ക് അച്ഛനെ കാണാൻ ഇങ്ങനൊരു നാടകം അഭിനയിക്കേണ്ടി വരിക, ഈ ദുർവിധി ലോകത്തിൽ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുതെന്നേ എനിക്കുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരക്ഷരം എന്നോട് പറയാൻ, ചോദിക്കാൻ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല. ഒരിക്കലും കൂട്ടിയിണക്കാൻ കഴിയാത്ത വിധം അത്ര തകർന്നു പോയോ അമ്മേ മനസ്സും ബന്ധങ്ങളും? നിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഇല്ല, എനിക്കതിനാവില്ല. ശരിയെന്ന് നിന്റെ മനസ്സ് പറയുന്നതെന്തോ അതുപോലെ ചെയ്യൂ. ചെല്ലു, കോളേജിലെത്താൻ വൈകണ്ട. മോളെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടിയാണ് എല്ലാം സഹിച്ചു ഈ അമ്മ തലയുയർത്തി ജീവിക്കുന്നത്. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ച വർഷങ്ങൾക്ക് അർത്ഥമില്ലാതെയാവും. ഈ അമ്മ തോറ്റുപോകും. അത് മാത്രം മോള് മറക്കരുത്. മോള് കോളേജിൽ പോയിക്കോളൂ. ചെല്ലു.
3 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് എത്തുകയല്ലേ, റീയൂണിയൻ ആഘോഷിച്ച് സമയം കളഞ്ഞേക്കരുത്. നാളത്തെ ഹൈക്കോർട്ടിലെ കേസ് വളരെ പ്രസ്റ്റീജിയസ് ആണ്. ആ ഫയൽ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. ബി പ്രിപ്പയർഡ് വെൻ യു കം ടുമോറോ. അതെന്നോട് പറഞ്ഞിട്ട് വേണം സാർ. ഓക്കെ, സീ യു. ഇതാര്? മോളെ, അമ്മയുടെ മോളെ, ശ്രീദേവി കുട്ടി. മോള് നല്ല കുഞ്ഞായിരുന്നോ? മോക്ക് ചോക്ലേറ്റ്. സാർ വന്നില്ലേ ജാനു? സാർ ഇന്നും ഇന്നലെയും കോളേജിൽ പോയില്ല, പനിച്ചു കിടക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറയേണ്ടപ്പോ കുറഞ്ഞോളും. ഡോക്ടറെ കാണിച്ചില്ലേ? വേറെ ആരെ കാണിക്കാൻ? ഇതെന്താ ഒരുമാതിരി? കേട്ടാ തോന്നും പനി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കരുതിക്കൂട്ടി സുഖവാസത്തിന് പോയ മാതിരി. എനിക്കല്പം സൂര്യൻ തരാമോ? ഓ, 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നു കയറി വരുമ്പോ ഒരു നല്ല വാക്ക് പറയാൻ മനസ്സനുവദിക്കില്ല അല്ലേ? അയ്യോ, ഞാൻ മറന്നു. വരുന്ന സമയം നേരിട്ട് അറിയിച്ചിരുന്നെങ്കിൽ കുളിച്ചൊരുങ്ങി ഒരു കപ്പ് കാപ്പിയുമായി നടയിൽ എതിരേൽക്കാൻ നിൽക്കായിരുന്നു. എന്റെ വിധിയാണെല്ലാം. ബോംബെ ഹൈക്കോർട്ടിൽ എന്റെ ആർഗ്യുമെന്റ്സ് കേട്ടിട്ട് ജഡ്ജസിനും ബാർ മെമ്പേഴ്സിനും എന്ത് മതിപ്പായിരുന്നെന്നോ. പലരും മന്ത്രിക്കുന്നുണ്ടായിരുന്നു ബാരിസ്റ്റർ ദാസിന്റെ പിന്നിൽ സമർത്ഥയായ ഈ ജൂനിയറാണെന്ന്. ദാസ് സാർ പോലും എത്ര ഫ്രാങ്ക് ആയിട്ടാണ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്. അത് മനസ്സിലാക്കാൻ വേണ്ട, പോയിട്ട് എന്തായെന്നൊരു വാക്ക് ചോദിക്കാൻ. അതെങ്ങനെയാ? തന്റെ ഭാര്യയുടെ ഉയർച്ചയിൽ അഭിമാനം തോന്നിട്ട് വേണ്ടേ? ഭാര്യയുടെ ഉയർച്ചയുടെ തണലിൽ ഞെളിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായിരിക്കും ഞാനെന്ന് കരുതിയെടുത്താണ് നിന്റെ ആദ്യത്തെ തെറ്റ്. ആരും ആരുടെയും നിഴലിൽ ഞെളിയണ്ട. പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനുള്ള മനസ്സുണ്ടായാ മതി. അതില്ലാതെ ഈ വില കുറഞ്ഞ കോംപ്ലക്സ്. മാധവി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കോംപ്ലക്സോ? സ്വന്തം കുഞ്ഞിനെ നോക്കാൻ സമയമില്ല. ഭർത്താവിന്റെ അസുഖം വന്നാൽ അതറിയുന്നത് അന്വേഷിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു. ഏത് കോട്ട വെട്ടിപ്പിടിക്കാനാണ് എല്ലാം മറന്നുള്ളതിന്റെ ഈ പാച്ചിൽ? പണത്തിന് വേണ്ടിയോ? ഈ കുടുംബം കഴിയാനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും കുഞ്ഞും എനിക്ക് വലുതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത്രത്തോളം വലുതാണ് എനിക്ക് എന്റെ പ്രൊഫഷനും. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ക്രിമിനൽ ലോയറാണ് ബാരിസ്റ്റർ ദാസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജൂനിയറാണ് ഞാൻ. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് മീ. ഐ സേ. ബാരിസ്റ്റർ ദാസ് ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ലോയർ ആയാൽ കൂടിയും എനിക്ക് അയാളെ കാണാൻ സാധിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കാൻ നിൽക്കുന്ന ജീവിയായിട്ടാണ്. ലോകം അയാളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാമോ? സ്റ്റോപ്പ് ഇറ്റ്. എന്റെ സീനിയറെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഗോപിയെ കുറിച്ച് പറഞ്ഞ ശേഷം രാത്രി മുഴുവൻ ഞാനിരുന്ന് ആലോചിച്ചു. അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞാലെങ്കിലും അമ്മയുടെ മനസ്സലിയുമെന്ന് കരുതി. അത് വെറുതെയായി. ഞാൻ ആദ്യം ഭയപ്പെട്ടത് ഞാനിവിടെ വന്നതാൻ കാരണമെന്നായിരുന്നു. അല്ല, അത് നന്നായി ഇപ്പൊ തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടില്ലായിരുന്നു. ധൈര്യവും. ശരിയാണ്. എന്റെ ഈ കണ്ണുനീർ ഒരിക്കലും തോരില്ലേ ഗോപി? ഈ ജന്മം എന്തേ ഇങ്ങനെയായി പോവാൻ? കരയാതെ. ഏത് ദുഃഖത്തിലും ഞാനില്ലേ കൂടെ. കരയാതെ. ഗോപി, താനി കിടന്ന് ക്ഷോഭിക്കാതെ കൊണ്ട് ഇവിടെ എന്തുണ്ടായി? ഒന്നുണ്ടായില്ല. കടന്നു വരുമ്പോ അച്ഛൻ കാണുന്നത് പുന്നാരം മോന്റെ മടിയിൽ കിടന്ന് കരയുന്ന കാമുകിയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്തുണ്ടാവണം? കൈമളെ, ഞാനും താനും വളർന്നു വന്ന കാലമല്ല. പ്രായമായി വരുന്ന കുട്ടികൾ മനസ്സിനിണങ്ങിയവരോട് അവർക്ക് ഇഷ്ടം തോന്നും. എതിർത്തിട്ട് കാര്യമില്ല. എതിർക്കുന്നില്ല. വിശറിയെടുത്ത് വീശി കൊടുക്കാം. എന്നേക്കാൾ പഠിപ്പും ലോകവിവരവും ഇയാൾ കാണാനുള്ള വെപ്പ്. താൻ ആദ്യം ശാന്തനാകും. ഗോപിക്ക് പണ്ടേ ഇഷ്ടമുള്ള പെൺകുട്ടി. ഞാനത് അറിഞ്ഞു. തെറ്റ് തോന്നിയില്ല. പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അടുക്കാൻ ഞാൻ അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തു പോലും വലിയ കാര്യമായി പോയി. തനിക്ക് തെറ്റാണെന്ന് തോന്നൂല. എങ്ങനെ തോന്നും? ഭാര്യയും മക്കളുമായി ജീവിക്കണം. എങ്കിലേ അറിയൂ തെറ്റും ശരി. കൈമളെ, വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. ആ പെൺകുട്ടി എവിടത്തെയാണെന്ന് തനിക്കറിയാമോ? ആരാ വീട്ടുകാര്? ഏത് തിരക്കാരാ? ഇത് വല്ലതും താൻ അന്വേഷിച്ചോ? അച്ഛാ,
അങ്കിൾ അത് അന്വേഷിച്ചില്ലെങ്കിൽ അതിന് കാരണം അതൊന്നും അന്വേഷിക്കാതെ ഒരു ബന്ധത്തിൽ ചെന്ന് ഞാൻ ചാരില്ലെന്നുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. മനസ്സിലായി, വർണ്ണിക്കണ്ട. എടാ, ഞാൻ ചോദിക്കട്ടെ, നിനക്കെങ്കിലും അറിയാവോ ആ പെണ്ണിന്റെ നാടും വീടും? അറിയാം. പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവുകയും ചെയ്യും. ശ്രീദേവിയുടെ അമ്മ ഡിസ്ട്രിക്ട് ജഡ്ജ് മാധവിയമ്മയാണ്. പണ്ടവരുടെ പേര് മാധവി തമ്പി എന്നായിരുന്നു. പിന്നെ വീണ്ടും മാധവിയമ്മ എന്നായി. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ശ്രീദേവിയുടെ അച്ഛനാണ് ഈ നിൽക്കുന്ന പ്രൊഫസർ PN തമ്പി. ഇനി പറയൂ അച്ഛാ, ഞാൻ കാണിച്ചത് അവിവേകമാണോ? സാർ, എന്താ സാർ ഒന്നും മിണ്ടാത്തത്? ഗോപി ഇവിടെ? എന്താ സാർ, എന്തു പറ്റി? ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഗോപിയുടെ അച്ഛൻ കയറി വന്നു. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ നോട്ടവും സംസാരവും ഓർക്കുമ്പോഴേ പേടിയാവുന്നു. അത് കണ്ട് ഭയം ഇറങ്ങിപ്പോയതാണ്. എന്തുണ്ടായി? ഗോപി ഇവിടെ? എന്തായാലും എന്നോട് പറയൂ സാർ. മോളെ, നീ എന്നെ സാറെന്നും അങ്കിളെന്നും മാറി മാറി വിളിച്ചു. അപ്പോഴൊക്കെ നിന്റെ മനസ്സിൽ വിളിച്ചത് അച്ഛനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. കൊള്ളാം മോളെ, നിന്റെ അഭിനയം നന്നായി. നിന്റെ അമ്മയെ പോലെയോ അതോ അതിൽ കൂടുതലോ തന്റെ ഇടം നിനക്കുണ്ട്. ഗുഡ്, റിയലി ഗുഡ്. അതൊന്നു മാത്രമാണ് ഈ അച്ഛനില്ലാതെ പോയത്. മനസ്സിലൊന്ന് വച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാട്ടാനുള്ള മിടുക്ക്. അനുവദിച്ചു കിട്ടിയ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും ഈ മകൾ എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ വിളിക്കട്ടെ. ഞാൻ ആരാണെന്ന് തുറന്നു പറയാതെ അച്ഛന്റെ മുമ്പിൽ നുണകൾ കൊണ്ടൊരു കഥ കെട്ടിച്ചമച്ചത് തെറ്റാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ്. പക്ഷേ മുഖത്ത് നോക്കി അച്ഛന്ന് വിളിക്കുവാൻ, ഞാൻ മകളാണെന്ന് പറഞ്ഞ് കടന്നു വരാൻ എനിക്ക് കഴിയുമായിരുന്നോ? ഞാൻ അങ്ങനെ കടന്നു വന്നിരുന്നെങ്കിൽ അച്ഛൻ എന്നെ സ്വീകരിക്കുമായിരുന്നോ? പറയൂ അച്ഛാ. ഉവ്വെന്ന് വിശ്വസിക്കാൻ എനിക്കെങ്ങനെ കഴിയും? എത്ര കത്തുകൾ ഞാൻ അയച്ചിരുന്നു, ഒരു മറുപടി. കണ്ടോർമ്മ പോലും ഇല്ലാത്ത എന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്കായി കിടക്കുന്നു എന്നറിയുമ്പോൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നടിച്ചടങ്ങി കഴിയാൻ ഞാൻ ജനിച്ചത് ഒരു ചിലയായിട്ടല്ലോ. മോളെ, നിന്റെ ആദ്യത്തെ കത്ത് ആരുടേതാണെന്ന് അറിയാതെ പൊട്ടിച്ച് വായിച്ച ദിവസം നിന്റെ വാക്കുകൾ എന്റെ മനസ്സിലുണ്ടാക്കിയ പോറലുകൾ നിനക്കറിയില്ല മോളെ, നിനക്കറിയില്ല ഈ അച്ഛൻ ഉറങ്ങാതെ കഴിച്ച രാവുകളെ കുറിച്ച്. പിന്നീടുള്ള കത്തുകൾ പൊട്ടിച്ചുപോലും തൂക്കാതെ നശിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിനെ തന്നെ പിന്നെ കീറുകയായിരുന്നു. അവ വായിക്കാനോ സൂക്ഷിച്ചു വയ്ക്കാനോ കൂടി ഞാൻ ധൈര്യപ്പെട്ടില്ല. ഒരിക്കൽ കൂടി നിന്റെ വാക്കുകൾ ഞാൻ വായിച്ചിരുന്നെങ്കിൽ പിന്നെ എനിക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമായിരുന്നു. അന്നും അതെ, ഇന്നും അതെ. ഞാൻ ശിക്ഷിച്ചത് എന്നെയാണ്, എന്നെ മാത്രം. അതാരും മനസ്സിലാക്കുന്നില്ല. നീ കുഞ്ഞായിരുന്നപ്പോ എന്നെ ധിക്കരിച്ചിട്ട് നിന്നെയും കൂട്ടി ഇറങ്ങിപ്പോയവളാണ് നിന്റെ അമ്മ. ഇക്കാര്യത്തിന്റെയും അനുസരണക്കേടിന്റെയും കഥ
അതിനും എത്രയോ മുമ്പ് തുടങ്ങി. ഒരുപക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി അന്ന് തൊട്ട്. ലോകത്തിന്റെ കണ്ണിൽ ബാരിസ്റ്റർ ദാസ് വൃത്തിയേട്ടവനായിരിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കഥകൾ സത്യവുമാവാം. ഐ ഡോണ്ട് ഹാവ് ടു കെയർ. ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു. അന്തസ്സോട് മാത്രമേ അദ്ദേഹം ഇന്ന് വരെ എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. ഒരു ജൂനിയർ അർഹിക്കുന്നതിലേറെ അന്തസ്സും ബഹുമാനവും അദ്ദേഹം എനിക്ക് തന്നിട്ടുമുണ്ട്. ലോകം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരു ജൂനിയർ എന്ന നിലയിൽ എനിക്ക് നോക്കാനുള്ളത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും കഴിവുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അക്കാര്യത്തിൽ ആദരവ് കുറവ് തോന്നിയിട്ടില്ല. വ്യക്തി ജീവിതത്തിൽ ആ മനുഷ്യൻ എന്തായാലും എനിക്കെന്താ, ഞാനത് അന്വേഷിക്കാറില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം. മാധവി, നീ ഒരു ജൂനിയർ അഡ്വക്കേറ്റ് മാത്രമല്ല, ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്. നീ ഇത് മറക്കുന്നതിനെ എനിക്ക് എതിർപ്പുള്ളൂ. ഓർമ്മിപ്പിച്ചതിന് നന്ദി. പക്ഷെ അതോടൊപ്പം നിങ്ങൾ എപ്പോഴും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനത് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാം. ഞാനൊരു അമ്മയും ഭാര്യയും മാത്രമല്ല, അതുപോലെ തന്നെ സ്വന്തം തൊഴിലിന് വില കൽപ്പിക്കുന്ന ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. ഡോണ്ട് എവർ ഫർഗെറ്റ് ദാറ്റ്. സീനിയറിന്റെ വ്യക്തി ജീവിതത്തിലെ സ്വഭാവ മഹിമയല്ല, പ്രൊഫഷണലിലെ പാണ്ഡിത്യവും സാമർഥ്യവുമാണ് തനിക്ക് വലുതെന്ന്. അത് അവൾക്ക്. പക്ഷെ എനിക്കോ, വളർന്നൊരുമ നിനക്കോ? അത് മനസ്സിലാക്കാൻ അവൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ്യനായി എല്ലാം കടിച്ചിറക്കി കഴിവതും ഞാൻ സഹിച്ചു നിന്നു. നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, മോൾക്ക് വേണ്ടി. പക്ഷേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദാസാറിനോട് അസൂയ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അതിന് കാരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. ആ മനുഷ്യനോട് ക്ലോസ് ആയി മൂവ് ചെയ്യുന്ന എന്നെ, സ്വന്തം ഭാര്യയെ നിങ്ങൾ സംശയിക്കുന്നു. രണ്ടിലേതായാലും ഐ ഹാവ് നോ റിഗാർഡ്സ് ഫോർ ദാറ്റ്. നിങ്ങളുടെ വില കുറഞ്ഞ വൃത്തിയായിട്ട മനസ്സിനെയാണ് അത് കാണിക്കുന്നത്. And I hate it. ഞാനൊരു അധ്യാപകനാണ്. വേണ്ടിടത്തെ വാക്കുകൾ ഉപയോഗിക്കും. സ്വന്തം ആർഗ്യുമെന്റ്സിനെ നേരിടാൻ എവിടെയും എന്തിനും വാക്കുകൾ ഉപയോഗിക്കുന്ന നിന്റെ തൊഴിലാണ്. അതിവിടെ വേണ്ട. വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കുക. എന്റെ വില കുറഞ്ഞെന്ന് നീ പറഞ്ഞ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വയ്ക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. നോ മോർ ഓഫ് ഇറ്റ്. ഇനി വയ്യ. ഇനി സഹിച്ചു നിൽക്കാൻ ഞാനൊരു സെയിന്റൊന്നുമല്ല. സാധാരണ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും പരിമിതികളുള്ള ഒരു പുരുഷനാണ്. അല്ലാതുള്ള ജീവിതം ഇനി വേണ്ട. ലുക്കിയർ മാധവി, പല കൂടി ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണ് ഞാനീ പറയുന്നത്. ഇതനുസരിച്ചേ പറ്റൂ. സ്വന്തം പ്രൊഫഷനിൽ തുടരാൻ നിനക്ക് ഞാൻ അനുവാദം തന്നു. പക്ഷേ അത് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നോ, ഐ എം നോട്ട് ഫോർ ഇറ്റ്. ദാസിന്റെ ജൂനിയർ ആയിട്ടുള്ള പ്രാക്ടീസ് അവസാനിപ്പിക്കണം. നിനക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ജൂനിയർ ആയിട്ട്. എന്നാലും ഇവിടം വിട്ട് നഗരങ്ങൾ തോറും പറന്നു കിടന്നുള്ള കേസും വാദവും പ്രാക്ടീസും ഒന്നും വേണ്ട. അതില്ലാതെ വയ്യെങ്കിൽ പ്രാക്ടീസേ വേണ്ടെന്ന് വെക്കണം. അതിനേക്കാൾ വലുതാണ് ഈ കുടുംബം. അറ്റ്ലീസ്റ്റ് നമ്മുടെ മോൾ. ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഞാനൊരാളെ തല്ലിയതെന്നാണ്. ഒരിറ്റ് കണ്ണുനീര് അവൾ വീഴ്ത്തിയിരുന്നെങ്കിൽ ആ കവിൾത്തലം തലോടി മാപ്പ് ചോദിക്കുമായിരുന്നു. ഒന്നും മിണ്ടാതെ ആ ദിവസം കടന്നുപോയി. മനസ്സിൽ ഞാൻ നിഷ്കർഷിച്ച തീരുമാനങ്ങളോട് പൊരുത്തപ്പെടാൻ അവൾ തയ്യാറെടുക്കുകയാവും എന്ന് ഞാൻ ആശിച്ചു. അത് വെറും വ്യാമോഹം മാത്രമായിരുന്നു എന്ന് മനസ്സിലായത് പിറ്റേന്ന് കോളേജ് വിട്ട് വന്നപ്പോഴാണ്. വേലക്കാരിയുടെ തോളിൽ നിന്നെ ഉറങ്ങാൻ വിട്ടിട്ട് ദാസിന്റെ കൂടെ അമ്മ പോയി. ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഏതോ കേസിൽ 4 ദിവസം കഴിഞ്ഞ വരുവുള്ളെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട്. ഇത്രയുമൊക്കെ കഴിഞ്ഞിട്ടും ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും തരിമ്പിന്റെ വില കൽപ്പിക്കാൻ അവൾ ഇറങ്ങിപ്പോയപ്പോ ഞാൻ ആരായി? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പിരിയാമെന്ന് പറയുമ്പോൾ പേടിച്ച് കരഞ്ഞ് നിങ്ങളുടെ കാൽക്കൽ വീണ് വീണ്ടും അഭയം തേടുമെന്ന് കരുതിയോ? അതിന് മറ്റൊരു ജന്മം നോക്കണം. സ്വന്തം ഭാര്യയുടെ വിശുദ്ധിയെ പോലും വിശ്വസിക്കാൻ മനസ്സിലാത്ത നിങ്ങളുടെ കൂടെ ഇനി ജീവിക്കാൻ ഞാനില്ല. നാളെ നിങ്ങൾ ഈ കുഞ്ഞിന്റെ പിതൃത്വത്തെ സംശയിക്കില്ലെന്ന് ആര് കണ്ടു? തുടക്കം മുതലേ താളപ്പിഴകളായിരുന്നു. എന്നെങ്കിലും ഇതിങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കേണ്ട. അതിന് നിങ്ങൾക്കാവില്ല. നിങ്ങളുടെ തണലില്ലാതെ ഞാൻ എന്റെ മോളെ വളർത്തു. എന്നെക്കാൾ കണ്ടെടുത്തോടെ അവിടെ ഈ ലോകത്ത് തലയുയർത്തി ജീവിക്കും. ഗുഡ് ബൈ. നിയമത്തിന്റെ പിൻബലം തേടി നിന്നെ വിട്ടുകിട്ടാൻ ശ്രമിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ സ്വയം ശാസിച്ചു. പിഞ്ചു കുഞ്ഞായ നിനക്ക് ആവശ്യം അച്ഛനേക്കാളേറെ അമ്മയുടെ തണലല്ലേ. അവിടെ ഞാൻ എന്നെ ശിക്ഷിച്ചതേ ഉള്ളൂ. നിന്നിൽ നിന്ന് പോലും അകന്ന് ഒരിക്കലും നിങ്ങളുടെ സ്വച്ഛതയെ ശല്യപ്പെടുത്താതെ
ഞാൻ എന്റെ മോളത്തിലൊതുങ്ങി. അച്ഛാ, ഒന്നെനിക്ക് ആശ്വാസമായി. എന്നോടുള്ള വാശിയുടെ പേരിലെങ്കിലും തന്റെ ഇടത്തോടെ നന്നായി നിന്നെ വളർത്തുമെന്ന് അവൾ പറഞ്ഞല്ലോ. ഞാൻ തോറ്റിട്ടാണെങ്കിലും എന്റെ മോൾ നന്നായിട്ട് വളരും. അതിനവൾ സമയം കണ്ടെത്തുമല്ലോ. അത്രയെങ്കിലും. തമ്പി ശ്രീദേവിയോട് പറഞ്ഞ കഥകൾ എനിക്കും വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രം അറിയാവുന്നതാണ്. മോനെ, അതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പ്രകൃതക്കാരാണ് രണ്ടുപേരും. തമ്പിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അയാൾ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. മാധവി അമ്മയോട് എനിക്ക് വെറുപ്പ് തോന്നിയിരുന്നു. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോ തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് തറപ്പിച്ച് പറയാനും പറ്റാതെയായി. ഇത്രയും നല്ലൊരു ഭാര്യയെ വെറും സംശയത്തിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ തയ്യാറായ തമ്പി ഒരു വിഡ്ഢിയാണ്. നമുക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാം. അക്കൂട്ടത്തിൽ ഇത്ര സ്വന്തം കാര്യം കൂടെ പറയാം. ഒരു ദോഷവുമില്ല. ഏതായാലും എന്നെ ചൊല്ലിയാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയത്. ദാസർ, പ്ലീസ്, സാർ എന്തെങ്കിലും സംസാരിക്കൂ. നോനു, എനിക്കിതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഭർത്താവില്ലാത്ത കുറവ് നിങ്ങൾക്കുണ്ടാകരുത്. അതും ഈ നല്ല പ്രായം. കൈയെടുക്കുക. നിങ്ങൾ കരുതുന്ന പോലെ ഒരു സ്ത്രീ അല്ല ഞാൻ. ഞാൻ കണ്ടിടത്തോളം സ്ത്രീകളെ ലോകത്ത് ആര് കണ്ടിരിക്കുന്നു? കണ്ടുപഴകിയവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. യു അൺസിവിലൈസ്ഡ് ബ്രൂട്ട്. തമ്പിയെങ്കിൽ ഈ വിവരം അറിഞ്ഞില്ലേ? അറിഞ്ഞു. താൻ അവളുടെ ചാരിത്രത്തെ അല്ല സംശയിച്ചത്, എതിർത്തത് ദാസിനോടൊപ്പമുള്ള പ്രാക്ടീസിനെയും കുഞ്ഞിനെയും കുടുംബത്തെയും കാൾ സ്വന്തം പ്രൊഫഷനെ വലുതായി കാണുന്ന മനസ്സിനെയുമാണെന്നാണ് തമ്പി പറഞ്ഞത്. ആ മനസ്സ് മാറ്റാൻ തയ്യാറായി മാധവി എപ്പോ വന്നാലും താൻ അവളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന്. ഇത് കേട്ട ഞാൻ മാധവി അമ്മയെ കാണാൻ ചെന്നു. അഡ്വക്കേറ്റ് ദാസിന്റെ ജൂനിയർഷിപ്പ് ഞാൻ അവസാനിപ്പിച്ചപ്പോ മാത്രമാണോ ഞാൻ ചീത്തയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായത്? എന്നെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് തെളിവുകൾ വേണം. ആ വിശ്വാസം എനിക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ ഒരു അഗ്നിശുദ്ധിയിലൂടെ സ്വന്തം ഭർത്താവിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ഞാനെന്താ പുരാണത്തിലെ സീതയാണോ? നോ, പ്ലീസ്, എന്നെ എന്റെ പാട്ടിൽ വിട്ടേക്കൂ. ഇതിനൊരു പോംവഴി ഉണ്ടാവില്ലേ അച്ഛാ? ഉണ്ടാവും. മാധവി അമ്മ മനസ്സ് മാറ്റിയാൽ, അവർ ശ്രീദേവിയുടെ കൈയും പിടിച്ച് കടന്നു ചെന്നാൽ എല്ലാം മറന്ന് തമ്പി അവരെ സ്വീകരിക്കും. എനിക്കറിയാം തമ്പിയെ. പക്ഷെ അതിനവർ തയ്യാറാവണം. എനിക്ക് വേണ്ടിയെങ്കിലും അച്ഛൻ അവരോട് ഒന്നുകൂടി സംസാരിക്കണം, പ്ലീസ്. കൈമൽ ചേട്ടൻ മുഖവരായി ഒരുപാട് സംസാരിച്ചു. നിയമത്തിന്റെ മർമ്മം കണ്ട മാധവി അമ്മയോട് സംസാരിച്ചിരിക്കാൻ ഞാനാര്? വളച്ചു കെട്ടാതെ കാര്യം പറയാം. ഗോപിയും ശ്രീദേവിയും അറിയാം. കൈമൽ ചേട്ടന്റെ മകൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത്രയും സന്തോഷം. ഇനി മംഗളകരമായ കാര്യങ്ങൾ ആലോചിച്ചുറപ്പിക്കാൻ ചേരേണ്ടവർ തമ്മിൽ ചേർന്നു. കഴിഞ്ഞതൊക്കെ മാധവിയമ്മ മറക്കണം. ഈ ജന്മത്ത് നടക്കാത്ത കാര്യമാണത്. അത് മറന്നേക്കൂ. നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അത് വേണ്ടച്ച. അച്ഛനെ പോലെ ഞാൻ കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് തമ്പിയെങ്കിൽ. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം അതിന് ഞാനില്ല. ഗോപി, ആ മനുഷ്യന്റെ കാൽക്കൽ വീണാലേ എന്റെ മകളുടെ വിവാഹം നടക്കൂവെങ്കിൽ മോനെ, ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെക്കും. അത് ആന്റി മാത്രം നിശ്ചയിച്ചാ പോരാ. എന്റെ മകളാണ് ശ്രീദേവി. ഞാൻ മതി അവളുടെ കാര്യം തീരുമാനിക്കാൻ. പ്രായപൂർത്തിയാകാൻ ഇനിയും മാസങ്ങളുണ്ടല്ലോ. നിയമം പഠിച്ച് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. പക്ഷെ മാസങ്ങൾ കഴിയുമ്പോൾ ശ്രീദേവിക്ക് അമ്മയുടെ ശാസന തടസ്സമാവില്ല. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരും നിങ്ങളുടെ മുന്നിലൂടെ. ഗോപി, നിങ്ങളുടെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് വഴങ്ങി ഞാൻ ശ്രീദേവിയെ വിവാഹം കഴിച്ചാൽ പണ്ട് നിങ്ങൾ തമ്പിയങ്കളിനോട് ചെയ്തു തന്നെ അവൾ എന്നോട് ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ്? ഗോപി, ക്ഷോഭിക്കരുത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല, എനിക്കറിയാം. വരൂ അച്ഛാ. മാധവിയമ്മേ, കാലമിത്രയായിട്ടും കഴുകിക്കളയാൻ കൂട്ടാക്കാത്ത മനസ്സിലെ അഴുക്കുമായി നിങ്ങളിവിടെ ജീർണിച്ചിരിക്കും. എന്റെ മകൻ ശ്രീദേവിയോടൊപ്പം തമ്പിയുടെ കൂടെ കഴിയും. ക്രൂരമുറ്റിയെ നിങ്ങളുടെ മനസ്സേൽപ്പിച്ച ശിക്ഷ അത്രയും ഏറ്റുവാങ്ങിയ ആ പാവം
ഇനിയെങ്കിലും ജീവിതം എന്തെന്നറിയട്ടെ. അത് കണ്ട് അസൂയപ്പെട്ട് സ്വയം നേറി ഇല്ലാതാവാനാണ് നിങ്ങളുടെ വിധിയെങ്കിൽ ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താനാവില്ല. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? സത്യം വേണമല്ലോ പറയാൻ. ഇല്ല, അകത്തേക്ക് വരും. തെറ്റിദ്ധരിക്കണ്ട, അവകാശങ്ങൾ ചോദിക്കാൻ വന്നതല്ല. ഒരിക്കലും തെറ്റായി ധരിച്ചു തോന്നിയിട്ടില്ല. തോന്നുന്നതെല്ലാം ശരിയാണെന്ന ധാരണ പണ്ടുതൊട്ടേ ഉള്ളതല്ലേ? സ്വയം വേണ്ടാന്ന് വെച്ച് അവസാനിപ്പിച്ചതല്ലേ അവകാശങ്ങളൊക്കെ? പിന്നെ എന്തിന് പഴയ കണക്കുകളുടെ താളുകൾ മറിക്കുന്നു? അവസാനിച്ചതോ അതോ അവസാനിപ്പിച്ചതോ? സ്വയം ചോദിക്കൂ. ഞാൻ വന്നത് പറയൂ. വിഷമിക്കണ്ട, പഴയ താളുകൾ വീണ്ടും മറിക്കാനല്ല. വിഷമമോ? ഈ 16 വർഷം അനുഭവിച്ചതിലേറെ ഇനി എന്ത് വിഷമം? അവരവർക്ക് തോന്നും അവരവർ ചെയ്യുന്നതാണ് ശരിയെന്ന്, സ്വന്തം ദുഃഖങ്ങൾ മാത്രമാണ് സത്യമെന്ന്. അത് രണ്ടു കൂട്ടർക്കും ബാധകമല്ലേ? ആ, അതൊക്കെ പോട്ടെ. ഒന്നും വിസ്തരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നോ എഴുതി തള്ളിയ കണക്കുകൾ അതോടെ അവസാനിക്കട്ടെ. ഞാൻ വന്നത് ഒന്നറിയാനാണ്. ഒരേ ഒരു കാര്യം, അന്ന് പിരിയുമ്പോ 1.5 വയസ്സുള്ള ശ്രീദേവിയും കൂട്ടിയാണ് ഞാൻ പടിയിറങ്ങിയത്. ഇന്നവൾക്ക് 17.5 വയസ്സായി. അന്ന് തൊട്ട് ഇന്നോളം എന്റെ ചൂടേറ്റ് എന്റെ മാത്രം തണലിലാണ് അവൾ വളർന്നത്. ആരെയും ആശ്രയിക്കാതെ, ആരുടെ മുന്നിലും തലകുനിക്കാതെയാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. മറ്റെല്ലാത്തിനേക്കാൾ വലുതായി ഞാൻ കരുതുന്ന എന്റെ തൊഴില് പോലും അവളെ കഴിഞ്ഞേ ഇന്നെനിക്കുള്ളൂ. ഒടുക്കം അവൾ വളർന്ന് ഇത്രയായപ്പോ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അവളെ അതിൽ നിന്ന് അകറ്റുകയാണ്. ഞാനോ? അതെ, നിങ്ങൾ. ഇന്ന് എന്റെ മോൾക്ക് നിങ്ങളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അവളുടെ കണ്ണിൽ തെറ്റുകാരിയായി ഞാൻ മാത്രം. സത്യങ്ങൾ നാം എത്ര മൂടി വെച്ചാലും എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരും. അതിന് മറ്റുള്ളവരുടെ പേരിൽ വഴിചാരരുത്. നിങ്ങളാണ് അവളുടെ മനസ്സ് എനിക്കെതിരായി തിരിച്ചത്. എനിക്ക് അവളെ നഷ്ടപ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതെ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിന്? നിങ്ങളെ പേടിച്ചോ? അതിനുള്ള വഴുതലവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കഥ മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കൽ ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുമെന്ന് വിശ്വസിച്ച് നിങ്ങളെ വിവാഹം ചെയ്തു. അതിന്റെ പേരിൽ എന്റെ ആയുസ് മുഴുവൻ നശിപ്പിച്ചവനാണ് നിങ്ങൾ. മാധവി, ഒരിക്കൽ നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. എല്ലാം മറന്ന് എന്റെ ലോകത്ത് ഞാൻ ഒതുങ്ങി കഴിയുകയായിരുന്നു. പക വീട്ടി കൊതി തീരാത്ത കൊണ്ടാവും വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്റെ മകളെ എന്നിൽ നിന്ന് അകറ്റിയാൽ പിന്നെ നിങ്ങളോട് പൊറുക്കാൻ ഈ ജന്മത്തിനല്ല മറുജന്മങ്ങളിൽ പോലെ എനിക്കാവില്ല. പിന്നെ നിങ്ങളോട് പകരം വീട്ടാൻ എനിക്ക് ഒരു മാർഗമേ ഉള്ളൂ, മരണം. അതിലേക്ക് എന്നെ തള്ളിയിടാൻ നിങ്ങൾക്ക് വാശിയാണെങ്കിൽ, എങ്ങനെ നിങ്ങൾ ജയിക്കുമെങ്കിൽ ആയിക്കോളൂ. അച്ഛന്റെ മുമ്പിൽ ചെന്ന് ഭീഷണി മുഴക്കിയാൽ എന്റെ മനസ്സിൽ അച്ഛനോടുള്ള സ്നേഹം ഉരുകി ഒലിച്ചു പോകുമെന്ന് കരുതിയോ? എങ്കിൽ കേട്ടുള്ളൂ, അച്ഛനിൽ നിന്ന് എന്നെ അകറ്റാൻ അമ്മ നടത്തുന്ന ഓരോ ശ്രമവും അച്ഛനിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ. അമ്മയെ ദുഃഖിപ്പിക്കാതിരിക്കാൻ, അച്ഛനെ മറന്നു അമ്മയുടെ അടുത്തേക്ക് പോകാൻ എന്നെ ഉപദേശിക്കുന്ന അച്ഛൻ, അച്ഛനെ വെറുക്കാൻ, അച്ഛനിൽ നിന്ന് എന്നെ അകറ്റാൻ വില കുറഞ്ഞ വഴികൾ തേടുന്ന അമ്മ. എനിക്കിപ്പോ ഇതിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് അച്ഛനെയാണ്. മോളെ, തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത കാര്യങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നീ പറയുന്നത്? ഇനിയും കണ്ണു തുറക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയില്ലെങ്കിൽ അയ്യമ്മേ, മുഖത്ത് നോക്കി മകൾ പറയുന്നത് പാപമാണെങ്കിൽ മാപ്പ്. എനിക്ക് നിങ്ങളെ മടുത്തു. മോളെ, രൂപത്തോടെന്ന് കരുതി ആന്റിയുടെ യുദ്ധം നിഴലിനോടായിരുന്നു, ആന്റിയുടെ മനസ്സിലെ കറുപ്പിന്റെ നിഴലിനോട്.
അതിന് ബലിയാടാവുക മാത്രമാണ് മനുഷ്യൻ ചെയ്തത്. Stop it! Stop it! മോളെ, ഞാൻ എന്താ വേണ്ട? നിനക്ക് വേണ്ടി അമ്മ തോൽക്ക, തലകുനിക്ക, മാപ്പിരക്ക. നിനക്ക് വേണ്ടി മാത്രം. നോ, സ്വയം ബോധ്യപ്പെടാതെ എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അമ്മ തലകുനിക്കരുത്. ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ആന്റി ആദ്യം പോയാട്ടെ. അമ്മ പോട്ടെ. ഇത്രയും കാലം പിരിഞ്ഞിരുന്നല്ലേ, അവർക്ക് എന്തെല്ലാം കാണും സംസാരിക്കാൻ. ഈ ഒരു മണ്ടൂസ. ഞാൻ വന്നു, കഴിഞ്ഞതെല്ലാം മറന്നേക്കും. എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ, ആരോടാണ് പക വെട്ടുന്നതെന്ന് അറിയാതെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കും. അങ്ങേ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കില്ലേ? പറയൂ, എന്നോട് ക്ഷമിക്കില്ല. മോളെ,